Hello all, I am Nafla Hamid. ഞാൻ സൈക്യൂടെ വെബിനാർ കോർഡിനേറ്റർ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും തിരക്കിന്റെ ഇടയിലും സമയം കണ്ടെത്തി സമയം മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ടീം സൈക്യൂ വാംലി വെൽക്കം യു ഓൾ ടു ടുഡേ സെഷൻ. സോ ബിഫോർ വി ബിഗിൻ, ലെറ്റ് മീ ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് സൈക്യൂ. സൈക്യൂ ഒരു മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം ആണ് dedicated to promoting psychological well-being and informed learning. Our services include professional counseling services, academic support like online tuition and crash courses, and engagement-based platforms such as Psycho Sports. And we have conducted numerous webinars before, and this is our 8th session. And in our session, the topic is trauma-informed approach. So, if we have students, പ്രൊഫഷണൽസും എല്ലാവരും ഉണ്ടാവില്ലേ? നമ്മൾ കോളേജിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത മേ ബി ജസ്റ്റ് കേട്ടറിഞ്ഞിട്ടുള്ള ഒരു പരിചയം മാത്രം ഒരു ടോപ്പിക് ആയിരിക്കും ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് എന്നുള്ളത്. ബട്ട് ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ് അല്ലെങ്കിൽ ആസ് എ സൈക്കോളജി എന്തോസിയാസിസ്റ്റ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. And that is the sole reason why we chose this topic for today's webinar. And in this session, facilitate ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ളത് ആസിഫ് സാർ ആണ്. ആസിഫ് സാർ UG-യിൽ എൻ്റെ പ്രൊഫസർ കൂടി ആയിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ജെന്യുവൻ ആയിട്ട് കേൾക്കണമെന്നും അവരുടെ പെർസ്പെക്റ്റീവ്സിനെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണണമെന്നും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത്രയും പഠിപ്പിച്ചു പോയിട്ടുള്ള ഒരാളാണ് ആസിഫ് സാറ്. അതിന് കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആയിട്ട് നമ്മൾ മാറണമെന്നും പഠിപ്പിച്ചു പറ്റുള്ളത് സാർ തന്നെയാണ്. സോ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഹിം ഹിയർ. So Asif sir, he is a consultant psychologist, postgraduated from Aligarh Muslim University. He is also a hypnotherapist and the co-founder of MetaWaves, which is a platform focused on mental health training and therapy. He is a certified CBT practitioner for anxiety from the Beck Institute. He is also known for conducting therapeutic workshops, focusing on deep listening and promoting personal growth through psychological insights. We are very happy to have him here, and I welcome you, sir. Namkana session. I would like to invite Asif sir to begin with the session. Thank you. Thank you, Nafla. കേൾക്കുന്നുണ്ടോ? Yes, sir. Thank you. നഫ്ല, സ്വാഗതം പറഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് സൈക്കോളജിക്കൽ സർവീസുകളിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഫീൽഡിലുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട്. കീപ് ഗോയിങ്. ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് സത്യത്തിൽ ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണത്തെ പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം കണ്ടിട്ടുള്ള ചില കേസുകളുടെ ചില ഏരിയാസ് മാത്രം പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ട്രോമ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതെങ്ങനെയാണ് ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത്രയൊരു സമയമാണ് നമുക്കുള്ളത്. അത് എനിക്ക് പറയാൻ സാധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CBT ആയിരുന്നു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയിരുന്നു. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് ചില ഏരിയാസിലൊക്കെ പലപ്പോഴും സ്റ്റക്ക് ഉണ്ടാകും. നല്ല തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ആണ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പല ക്ലയൻസിലും നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കേസ് പറയുന്ന സമയത്ത് ആ കേസിനൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അതിന്റെ കോറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. നിലവിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രോമ ഇൻഫോംഡ് ലെൻസ് ആണ്, അതേപോലെ തന്നെ അറ്റാച്ച്മെന്റ് ബേസ്ഡ് ലെൻസും ആണ്. ഈ രണ്ട്
ലെൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇപ്പൊ ഞാൻ തെറാപ്പി സെഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു 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 കേസ് വന്ന സമയത്ത് വേറൊരു സൈക്കോളജിസ്റ്റ് ആണ് അത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആള് പറഞ്ഞു ചെറിയ ഇഷ്യൂ ആണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇത്രയും കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ ശ്രമം നടത്തി, കുറെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അതില് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. നീ ഒന്ന് കാണുമോ? അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വളരെ ചെറിയൊരു ഇഷ്യൂ ആണ്, ഹൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അവള് പറഞ്ഞു ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്, പക്ഷെങ്കിൽ പോലും ഇപ്പം ആ വ്യക്തിക്ക് ആ മെയിലിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഭയങ്കര പ്രയാസമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ എത്ര എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും, എത്ര സൈക്കോ എഡ്യൂക്കേഷന്റെ വ്യത്യസ്ത പെർസ്പെക്റ്റീവുകളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും ആളിൽ വർക്ക് ആകുന്നില്ല. ആസിഫ് ഒന്ന് കാണുമെന്ന് ചോദിച്ചു. ഞാൻ കാണാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അപ്പം കണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഹൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പാർട്ട്ണറിന്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് ഇയാൾ പറയുന്നുണ്ടായിരുന്നു. കൺസേൺസ് പറയുമ്പോഴേക്കും ഞാൻ അതിനൊക്കെ ഇങ്ങനെ എതിർക്കുന്നുണ്ട്, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സൈക്കോളജി വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗം ആൾക്കാരെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ അതിനെ ഈ CBT ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം, അതേപോലെ തന്നെ റീസ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ ഒരു കൂട്ടി നിൽക്കുന്നു. അപ്പം ഇയാള് പലപ്പോഴുമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ആസിഫ് എനിക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധ്യമാകുന്നില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അതിനെന്താ വളരെ വ്യത്യസ്ത രീതിയിലാണ് അതിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു അതിപ്പോ ഇത്ര വലിയ കാര്യം എന്താ, നിങ്ങൾക്ക് എടുക്കാമല്ലോ, നിങ്ങൾക്ക് ഇന്ന എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി സാധ്യമാകല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സൊക്കോൾഡ് മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഈ CBTയുടെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചില പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആള് വളരെ റിലക്റ്റന്റ് ആയിട്ട് തന്നെ, ആള് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതൊന്നും ആളിൽ ഏൽക്കുന്നുമില്ല. ആ ഇടക്കാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ എനിക്ക് പരിചയമുള്ള തെറാപ്പിസ്റ്റ് തന്നെയാണ് ആള്, ഈ ലെൻസാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ആള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ആള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിനെ വല്ലാതെ ഉടക്കിയത് മാത്രമല്ല, ആ ആള് സെഷൻ എടുക്കുന്ന സമയത്ത് ഉടനീളം ഞാൻ എന്നെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുകയും, ആസിഫ് എന്തൊക്കെ മണ്ടത്തരമാണ് ആസിഫ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നീ പോയിട്ടുള്ളത്, ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ചെയ്യേണ്ടത്. ഞാൻ ഡീപ്പായിട്ട് 1.5 മണിക്കൂർ സെഷൻ ഉണ്ടായുള്ളൂ, പക്ഷെ ആ 1.5 മണിക്കൂർ ഉടനീളം ഞാൻ എന്നെ വിമർശിക്കുകയും ഈ പോയിട്ടുള്ള പാത്വേ ഒക്കെ മിസ്റ്റേക്ക് ആയിട്ട്, ഈ പോയിട്ടുള്ള പാത്വേ ഒക്കെ ഓപ്പോസിറ്റുള്ള ആളെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ആള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, കുട്ടിക്കാലത്ത് ഒരിക്കൽ പോലും സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് വലുതാകുന്ന സമയത്ത് ആ ആൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ സ്വാഭാവികമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. ആ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസിഷൻസിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് വീണ്ടും കൺഫ്യൂഷൻസും, വീണ്ടും അലേർട്ട്നെസ്സും, വീണ്ടും അലാമിംഗ് ആയിട്ടും, വീണ്ടും ത്രെട്ടനിങ് ആയിട്ടും, വീണ്ടും അൺസേഫ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ആള് പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഞാൻ ആകെ സ്റ്റക്കായി. അയ്യോ, ഞാൻ ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആളുടെ കുട്ടിക്കാലത്തിന്റെ എക്സ്പീരിയൻസുകൾ, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ആൾക്കുണ്ടായിട്ടുണ്ട്. ഹൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എഫക്റ്റിലാണ് ആളിപ്പം ഈ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൾക്ക് ഓട്ടോണമി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ആൾക്കാരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ആൾക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ആളുടെ തീരുമാനങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ക്യാൻസൽ ചെയ്യുകയും ഇൻവാലിഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ആൾക്കുള്ളത്. സ്വാഭാവികമായിട്ട് ആൾക്ക് കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷന് വിപരീതമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾ എടുത്തേ മതിയോ. അപ്പോൾ ഈ ബ്രെയിനിന് ഒട്ടും പരിചയമില്ലാത്ത, ഈ ബ്രെയിനിന് ഒരു തരത്തിലും റെയിൻഫോഴ്സ്മെന്റ് കിട്ടാത്ത, ഈ ബ്രെയിനിന് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നെറ്റ്വർക്കും ബിൽഡ് ചെയ്യപ്പെടാത്ത ഒരു ഏരിയയിൽ ഞാൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അവിടെ നിന്നാണ് സത്യത്തിൽ എന്റെ ലെൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, ഈ മോഡലിൽ മാത്രം പോയാൽ പോരാ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ബാക്കിയുള്ള മോഡൽസ് ഒക്കെ CBT മോഡൽസ് ഒക്കെ തെറ്റാണ്, ഇത് മാത്രമാണ് ശരി എന്നുള്ളതേ അല്ല. അവിടെയും ഈ ട്രോമ ഇൻഫോംഡ് ലെൻസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കുറെ കൂടെ എളുപ്പമാണ്. ഇപ്പൊ CBT പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ട്രോമ പ്രോസസ് ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. CBT തന്നെ ട്രോമ മാറ്റാൻ പറ്റുന്ന ടെക്നിക്സുകളുണ്ട്. CBT പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
കോൺസെപ്റ്റ് ഉണ്ട്, അത് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ്. അപ്പൊ അത് തെറാപ്പി പറയുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കണം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ആ മൊമെന്റിൽ വെച്ചിട്ട് ലെൻസ് മാറ്റി. ഇതല്ല ഞാൻ യൂസ് ചെയ്യേണ്ടത്, ഇത് എന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ് ചെയ്യുന്നത്, എന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ പ്രയാസപ്പെടുത്താണ്, ഒന്നും കൂടെ അങ്കലാപ്പിലാവുകയാണ് ചെയ്യുന്നത്. ആളുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാര് ആളെ കൊണ്ട് നിർബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പി റൂമും ആളുടെ അന്തരീക്ഷവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. ആൾക്ക് എന്നെ വീണ്ടും കാണാനുള്ള തോന്നലുണ്ടാവാനോ അല്ലെങ്കിൽ ആൾക്ക് ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഈ ട്രോമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ പഠിക്കുകയും ഇപ്പോഴും ഇന്നടക്കം ഈ ട്രോമയുമായി ബന്ധപ്പെട്ട പുസ്തകത്തിലെ കുറച്ച് പേജസ് വായിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഫോളോ ചെയ്യുന്നത് ബ്രൂസ് പെറിയുടെ പുസ്തകങ്ങളാണ് ഞാൻ കുറച്ച് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. അതിൽ പിന്നെ അറ്റാച്ച്മെന്റ് ബേസ്ഡ് സൈക്കോതെറാപ്പിയിലേക്ക് പോവുകയും ശ്യാം സാറാണ് ക്ലിനിക്കൽ സൂപ്പർവൈസർ ആയിട്ടുള്ളത്. അറ്റാച്ച്മെന്റ് ബേസ്ഡ് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പിയാണ് പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെയാണ് ഈ കൺവെൻഷൻ മോഡലിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ എവിടെ സ്റ്റിക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിംറ്റംസിൽ നമ്മൾ ആകെ സ്റ്റക്കായി പോകും. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പറയും ഇന്ന ഡിസോർഡർ ആണ്, ഇന്ന പേഴ്സണാലിറ്റി പ്രശ്നമാണ്, ഇന്ന കുഴപ്പമാണ്, ഡിപ്രഷനാണ്, ആങ്സൈറ്റിയാണ്, ഒസിഡിയാണ്. ഇങ്ങനെ ഈ കൺവെൻഷൻ മോഡൽ നമ്മൾ ലേബൽ ചെയ്യാൻ മാത്രമാണ് പഠിക്കുന്നത്. അതിലൊരു കഥ കൂടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ബ്രൂസ് പെറി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്, വളരെ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്, ദ ബോയ് ഹു വാസ് റേസ്ഡ് ആസ് എ ഡോഗ്. അപ്പം ഈ പുസ്തകത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 1987 കാലഘട്ടത്തിൽ ബ്രൂസ് പെറി ട്രോമ എക്സ്പേർട്ട് ആണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ട്രോമ കെയർ സെന്റർ ഉണ്ട്, കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നു 1987 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, ട്രോമ എക്സ്പേർട്ട് ആയിരുന്നു, അതേപോലെ തന്നെ ന്യൂറോ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പെൺകുട്ടി വരുന്നു. ഇദ്ദേഹം തന്നെ നെറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്, അതുകൊണ്ടാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഒരു 7 വയസ്സായിട്ടുള്ള കുട്ടി വരുന്നു. 7 വയസ്സായിട്ടുള്ള കുട്ടി വരുന്ന സമയത്ത് ഈ കുട്ടിയെ കുറിച്ച് കുറെ കംപ്ലൈന്റ്സ് ആണ്. കംപ്ലൈന്റ്സ് എന്ന് പറയുമ്പോഴേക്കും വ്യത്യസ്ത രീതിയിലുള്ള കംപ്ലൈന്റ്. ഈ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിൽ പ്രശ്നമാക്കുന്നുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികളെ മർദ്ദിക്കുന്നുണ്ട്, വളരെ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ, ഒട്ടും ഹെൽത്തി അല്ലാത്ത പ്രാക്ടീസുകൾ ഈ കുഞ്ഞുകുട്ടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബ്രൂസ് പെറി വളരെ കൺഫ്യൂസ്ഡ് ആയി. എന്താണ്, ആദ്യമേ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഈ കുട്ടിയെ കാണുന്നതിന് മുന്നേ റിപ്പോർട്ട് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം എന്നൊക്കെയുള്ള ആലോചനയുണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഡിസ്റ്റർബിങ് ആകാം, പക്ഷെ അത് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ തെറാപ്പി റൂമിലേക്ക് ഈ കുഞ്ഞിങ്ങനെ കയറി വരുവാണ്. അപ്പൊ കയറി വന്ന സമയത്ത് പിന്നെ കുഞ്ഞും ബ്രൂസ് പെറി മാത്രമായി. 7 വയസ്സുള്ള കുട്ടി ബ്രൂസ് പെറിയുടെ അടുക്കലേക്ക് വരുവാണ്. അടുക്കലേക്ക് വന്നിട്ട് റൂമൊക്കെ ഇങ്ങനെ നോക്കി. റൂം നോക്കിയതിന് ശേഷം ആളുടെ മുഖത്തേക്ക് നോക്കി. അപ്പം ബ്രൂസ് പെറി കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു, എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ നോക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്, എന്നിട്ട് സാവകാശം വന്നിട്ട് മടിയിലിരിക്കുകയാണ്. അപ്പം മടിയിലിരിക്കുന്ന സമയത്ത് ബ്രൂസ് പെറി ആലോചിച്ചു, കൊള്ളാലോ, ഞാൻ വെറുതെ കുട്ടിയെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്തു, ഈ കുട്ടി ഒട്ടും പ്രശ്നമില്ലാത്ത കുട്ടിയാണല്ലോ, പെട്ടെന്ന് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ, പെട്ടെന്ന് കണക്റ്റഡ് ആയല്ലോ എന്നൊക്കെ ആലോചന നടത്തുവാണ്. ആ മൊമെന്റിൽ ഈ കുട്ടി ബ്രൂസ് പെറിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ബ്രൂസ് പെറി ആകെ സ്റ്റക്കായി. എന്നിട്ട് ഈ കുഞ്ഞിനെ മെല്ലെ പതിയെ തട്ടിയിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നിർത്തി. നിർത്തിയതിനു ശേഷം പറഞ്ഞു, യു ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ക്രയോൺസ് കളിച്ചാലോ, നമുക്ക് ഡ്രോയിങ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ ഡ്രോയിങ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ ദിവസം ഇവർ ഡ്രോയിങ് മാത്രമേ ചെയ്തോളൂ. പക്ഷെ ബ്രൂസ് പെറി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആ സെഷൻ എടുത്തതിന് ശേഷം ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ കുട്ടിക്ക് എന്താണ് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ സൂപ്പർവിഷന് പോയ സമയത്ത് ഈ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോഴേക്കും സോക്കോൾഡ് സൂപ്പർവൈസർ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ്, വിസിബിൾ ആണ്, എന്തായാലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇന്ന പ്രശ്നമാണ് ഈ കുട്ടി അനുഭവിക്കുന്നത്, ഈ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബ്രൂസ് പെറി ഇതൊക്കെ ഈ സൈക്കാട്രിസ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയാണ്. ഇത് മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെ ഉണ്ടല്ലോ, ഈ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല, ഈ കുട്ടി ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഈ കുട്ടി വ്യത്യസ്ത രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
അപ്പൊ ഇദ്ദേഹം ഈ സൂപ്പർവൈസർ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകേണ്ടതായിട്ട് തന്നെ ഇല്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ച് ആലോചിക്കും, നിങ്ങൾ ആ മെഡിസിൻസ് പഠിക്കുക, ആ മെഡിസിൻസ് എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തുക, അത്രയും മതി എന്ന് പറഞ്ഞു. അപ്പം അവിടെ ലേബൽ ചെയ്ത് അവിടെ സ്റ്റക്കായി, അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം ADHD ആണ്, ADD ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ബ്രൂസ്ബറിക്ക് ഭയങ്കരമായ കൺഫ്യൂസ്ഡ് ആയി, ഡിഫിക്കൽട്ടായിട്ട് തോന്നി, ഇത് ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ വേറെ ഒരു സൂപ്പർവൈസർ അടുത്തേക്ക് പോയി. വേറെ സൂപ്പർവൈസർ അദ്ദേഹം സൈക്കോ അനലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സിംറ്റംസ് ഒക്കെ കേട്ടതിന് ശേഷം ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഈ സിംറ്റംസ് പറയണ്ട, നിങ്ങൾ ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള കഥ പറയൂ, ആ കുട്ടിയുടെ കഥ പറയൂ, ആ കുട്ടി ഏത് രീതിയിലാണ് ജീവിതം ആരംഭിച്ചിട്ടുള്ളത്, ആ കുട്ടിയുടെ സേഫ്റ്റി എവിടെയാണ്, ആ കുട്ടിയുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്, ആ കുട്ടി ഏതൊക്കെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്, ആ കുട്ടിക്ക് കെയർ ഗീവേഴ്സ് ആരൊക്കെയായിരുന്നു, ആ കുട്ടിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ അത് പറയൂ, സിംറ്റംസ് പറയേണ്ടതായിട്ടില്ല. സി, അവിടെ നിന്ന് ആള് ചേഞ്ച് ചെയ്യാണ്. അതായത് ആ ലേബിൾ ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നും, ആ ലേബിളിങ്ങിനല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ടുള്ളതെന്നും, മറിച്ച് അണ്ടർലൈൻ കോസസിലേക്കാണ് പോകേണ്ടത്. എല്ലാ ബിഹേവിയറിനും ഒരു സ്റ്റോറി ഉണ്ടെന്നും ആ സ്റ്റോറിയെ യഥാർത്ഥത്തിൽ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് മനസ്സിലാക്കുകയാണ് ആവശ്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം ഈ മേഖലയിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവുകയും അദ്ദേഹത്തിന് തന്നെ 2 പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. വാട്ട് ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞ പുസ്തകം ഗംഭീര പുസ്തകമാണ് ട്രോമയുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ട്രാൻസ് ഡയഗ്നോസ്റ്റിക് അപ്രോച്ചാണ്. ട്രാൻസ് ഡയഗ്നോസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സിംറ്റംസ് നോക്കുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയാക്കി ഡയഗ്നോസിസിലേക്ക് പോകുന്നു. ഇങ്ങനെ ഈ ലീനിയർ മോഡൽ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് ആളുടെ അണ്ടർലൈൻ കോസസ് എന്തൊക്കെയാണ്, ആൾ ഇതിലൂടെയൊക്കെയാണ് കടന്നു പോയിട്ടുള്ളത്, ആൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടോ, ആൾക്ക് സേഫ്റ്റി ഉണ്ടായിരുന്നു, ആൾക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ആൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ആരോടെങ്കിലും റിലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു, ആൾക്കൊരു അറ്റാച്ച്മെന്റ് കെയർ ഗീവർ ഉണ്ടായിരുന്നു, ആൾക്ക് പ്രോപ്പറായിട്ട് ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ ഈ ട്രാൻസ് ഡയഗ്നോസ്റ്റിക് അപ്രോച്ചാണ് ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിന്റെ എങ്ങനെ ഞാൻ എത്തി എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അപ്രോച്ചിന്റെ രീതിശാസ്ത്രം എന്താണെന്നാണ് പറയാൻ ശ്രമിച്ചത്. ഡെഫിനിഷനിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. എല്ലാവരും കൂടെ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പം ഈ സാംഷ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഈ ട്രോമയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നത്. സാംഷ പറയാൻ ശ്രമിക്കുന്ന, സാംഷ ഓർഗനൈസേഷൻ ആണ് അവർ പറയാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ് ബ്രൂസ്ബറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള, അവരൊക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഇത് തന്നെയാണ്. ട്രോമ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്, സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്, ഒരു സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസ് ആണ്. ആ ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഇമോഷണലി ഹാർംഫുൾ ആയിട്ടാണ്, ലൈഫ് ത്രെട്ടണിങ് ആയിട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്, ഹെൽപ്ലെസ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. പിൽക്കാലത്തോ ആ കാലഘട്ടത്തിലോ ആ കുട്ടിക്ക് എന്തുണ്ടാകുന്നു, ആ കുട്ടി വലുതാകുമ്പോൾ അഡൾട്ടായിട്ടോ എന്തുണ്ടാകുന്നു? എഫക്ട്സ് ഉണ്ടാകുന്നു. ആ എഫക്ട്സ് ഏതൊക്കെ രീതിയിലാണ്? സൈക്കോളജിക്കലാണ്, ഫിസിക്കലാണ്, അതേപോലെ തന്നെ ഇമോഷണൽ ആണ്, സ്പിരിച്വൽ ഒക്കെ എഫക്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പൊ 3 ഈസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇവന്റ് ആണ്, രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്, മൂന്നാമത്തത് എഫക്ട്സ് ആണ്. ഇതിലൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, സബ്ജക്റ്റീവ് ആണ്. ഒരു കാര്യം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ വ്യക്തി, ആ കുഞ്ഞിന്റെ ടെമ്പറമെന്റ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പലതും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ സ്ഥലത്ത് പാർക്കുന്നു, പക്ഷെ 5 പേരുടെയും എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരേ എക്സ്പീരിയൻസ് ആദ്യത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലല്ലേ രണ്ടാമത്തെ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് 45 വയസ്സിന് ശേഷമുള്ള ഒരാൾ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം അനുഭവിച്ച 15 വയസ്സിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഷെയർ ചെയ്തു.
ഞാൻ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു. അപ്പം ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ 46 വയസ്സുള്ള നിങ്ങൾ ആ 15 വയസ്സുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? വാട്ട് യു ഫീൽ നൗ? ആ 15 വയസ്സുകാരനെ, ആ 15 വയസ്സുകാരിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആസിഫ് ഞാൻ അവിടെ നിന്ന് മാറിയിട്ടെന്നില്ല, ഞാൻ അവിടെ നിൽക്കുക, അവിടെ നിന്ന് എനിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. എന്റെ കൂട്ടുകാരൻ എന്നെ വഞ്ചിച്ചു, ആ വഞ്ചിച്ച സമയത്ത് എനിക്ക് അതിന്റെ ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു, എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല, എനിക്ക് അസർട്ടീവ് ആവാൻ പറ്റാറില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റാറില്ല. സി 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 ഈ സിമിലർ എക്സ്പീരിയൻസ് ചിലപ്പോൾ വേറെ ആളുകൾക്ക് ആ പ്രായത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ തിരിച്ചു മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ എക്സ്പീരിയൻസ് അവിടെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ട്രോമ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹെവി ആയിട്ടാണ് അനുഭവിക്കുന്നത്. ആ ഹെവിനെസ് കാരണം തന്നെ അതവിടെ സ്റ്റക്കാകും. സ്റ്റക്കാകുന്ന പറഞ്ഞാൽ ഈ ബ്രെയിനിൽ അൺപ്രോസസ്ഡ് മെമ്മറി ആയിട്ട് അതവിടെ കിടക്കുകയാണ്, അത് പ്രോസസ് ചെയ്യപ്പെട്ടിട്ടില്ല. അൺപ്രോസസ്ഡ് ഇമോഷൻ ആയിട്ട് അത് ബ്രെയിനിൽ കിടക്കുകയാണ്. അപ്പൊ ഹിപ്പോ ക്യാമ്പസിൽ അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ അവർക്കത് പറയാൻ വേണ്ടി പറ്റും. അവർ പറയുന്ന സന്ദർഭത്തിൽ അവർ നെറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ചോദിക്കുന്നത് എപ്പോഴാണ് സംഭവിച്ചത്? അപ്പൊ അവർ പറയുന്നത് ഒരു 15 വർഷം മുന്നെയാണ് സംഭവിച്ചത്, ഒരു 20 വർഷം മുന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അവരുടെ നേഷനിൽ അവരുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെയാണ്. പലരും അത് പറയാറുണ്ട്, ആസിഫ് ഇത് ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം ഇത് 8 വർഷം മുന്നേ സംഭവിച്ചതാണെങ്കിൽ പോലും ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ എഫക്ട്സ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതിയിലാണ്. അപ്പം സൈക്കോളജിക്കൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാകും. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ എന്നെ ടച്ച് ചെയ്തത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഈ ടച്ച് ചെയ്തത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഡീപ്പർ ലെവൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആള് കുട്ടിക്കാലത്ത് ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അപ്പൊ പാരന്റ് അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, പാരന്റ് മൈൻഡ് ചെയ്തില്ല, പാരന്റ് അനിയത്തിക്കാണ് പ്രാധാന്യം കൽപ്പിച്ചത്, അനിയനാണ് പ്രാധാന്യം കൽപ്പിച്ചത്, എനിക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, അവരുടെ അടുത്തേക്ക് പോകാൻ തോന്നിയിട്ടില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവോയ്ഡന്റ് ആയിട്ട് മാറി. അവോയ്ഡന്റ് ആവാന്ന് പറയുമ്പോഴേക്കും എനിക്ക് അവരെ റീച്ച് ഔട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നൽ വന്നു. ആ ആൾ അനുഭവിക്കുന്ന 25-ാമത്തെ വയസ്സിൽ ഒരാളെന്നെ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ എക്സ്പീരിയൻസ് എവിടെയാണ് കിടക്കുന്നത്? ചൈൽഡ്ഹുഡിലാണ് കിടക്കുന്നത്. അപ്പം ഇവന്റ് ഉണ്ടാകുന്നു, മൾട്ടിപ്പിൾ ഇവന്റ്സ് ഉണ്ടാകുന്നു, ആ വ്യക്തി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ട് ത്രെട്ടണിങ് ആയിട്ട് അതിന് വ്യത്യസ്ത രീതിയിലുള്ള എഫക്ട്സ് ഉണ്ടാകുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രോമ എന്ന് പറയുന്നത്. ഇതാണ് കുറെ തിയറട്ടിക്കൽ ആയിട്ട് ഡെഫിനിഷനിൽ പൊതുവെ പഠിപ്പിക്കപ്പെടുന്ന ഡെഫിനിഷൻ ഈ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പം ഈ ഇവന്റ്സ് എന്ന് പറയുമ്പോഴേക്കും വ്യത്യസ്ത രീതിയിലുള്ള ഇവന്റ്സുകൾ ഉണ്ട്. വ്യത്യസ്ത രീതി നമ്മളൊന്നും വിചാരിക്കാത്ത ഇവന്റ്സുകൾ പോലും ഉണ്ട്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഈ വാർ എന്ന് പറയുന്നത് ട്രോമ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ റേസിസം ആയിക്കോട്ടെ, ബുള്ളിങ് ആയിക്കോട്ടെ, ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഇതൊക്കെയും ഇവന്റിൽ പെടുന്ന കാര്യങ്ങളാണ്, ട്രോമ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് നെഗ്ലെക്ട് ഈസ് ട്രോമ. നിങ്ങൾ ഒരു കുഞ്ഞിനെ നിരന്തരമായിട്ട് നെഗ്ലെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കുഞ്ഞിനെ നിരന്തരമായിട്ട് മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ, നിങ്ങളൊരു കുഞ്ഞ് നിരന്തരമായി നിങ്ങൾ അടുക്കലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ആ കുട്ടികളുടെ ചെറിയ ചെറിയ വേദനകൾ ഉന്നയിച്ചുകൊണ്ട്, ആ കുട്ടിയുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളും സംഘർഷങ്ങളൊക്കെ ആകുലതകളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ പാരന്റ്സ്, ആ കെയർ ഗീവർ അവരുടേതായ വ്യവഹാരങ്ങളിലേക്ക് ഇങ്ങനെ ഏർപ്പെട്ടു കൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഞാൻ അത്ര പ്രധാനപ്പെട്ട മനുഷ്യനല്ല എന്ന ഫീലിംഗ് ഉണ്ടാകുന്നു. എന്ന ഫീലിംഗുടെ എക്സ്പീരിയൻസുകൾ ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ് സിമെന്റിൽ എഴുതുന്നത് പോലെയാണ്. വെറ്റ് സിമെന്റിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്? നനഞ്ഞ സിമെന്റിൽ എഴുതുമ്പോഴേക്കും അത് ഉറച്ചു നിൽക്കുകയാണ്, അതിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പം ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ ഫീൽ ചെയ്യുന്നത് അൺഇമ്പോർട്ടന്റ്, ഞാൻ അത്ര പ്രധാനപ്പെട്ട ആളല്ല, ഞാൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ പിൽക്കാലത്ത് ഈ കുട്ടി വ്യത്യസ്ത രീതിയിലാണ്, അഡൾട്ട് ആകുമ്പോഴേക്കും വ്യത്യസ്ത രീതിയിലാണ് ഇതിന് എഫക്ട് ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് പെർഫെക്ഷനിസം കാണിച്ചുകൊണ്ടിരിക്കുന്നു, പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, മാറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത്ര വൃത്തിയായിട്ടുള്ള ആളല്ല, ഞാൻ അത്ര നല്ലതല്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ആലോചന ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ ഇവന്റ്സ് കുട്ടികളിൽ എഫക്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വലിയ ആളുകളിൽ എഫക്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ടൈപ്സ് ഓഫ് ട്രോമ പറയുമ്പോൾ കുറച്ചും കൂടി അതിൽ ക്ലാരിറ്റി കിട്ടും. ചെറിയ രീതിയിൽ ബയോളജിക്കൽ പാർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കരമായ ഡേഞ്ചർ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. അവിടെ ആദ്യം എഫക്ട് ചെയ്യുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിനെയാണ്. അപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് സർവൈവൽ മോഡ് ഓൺ ആയി. ഓക്കെ, ഈ സർവൈവൽ മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സർവൈവൽ മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓഫായി. ഡയൻസെഫലൻ ഓഫായി, ലിംബിക് റീജിയൻ ഓഫായി, കോർട്ടെക്സ് റീജിയൻ ഓഫായി. അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ആളുകളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നില്ല. ഈ ഡയൻസെഫലോണിലാണ് മൂവ്മെന്റ് ഉള്ളത്. മൂവ്മെന്റും അവിടെയാണ് എഫക്ട് ചെയ്യുന്നത്. അവർ മൂവ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സർവൈവർ ബ്രെയിൻ, ഇത് സ്വാഭാവികമായിട്ടും ചെറിയ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സർവൈവർ ബ്രെയിൻ ഓൺ ആകുന്നു, അത് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള വേറെ റീജിയൻസ് ഒക്കെ ഓൺ ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രെസ്സിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. സ്ട്രെസ്സിനെ മറികടക്കുക എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഒരു കൊറോണറി നെറ്റ്വർക്ക് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ആ സിസ്റ്റം ഇതേപോലെ തന്നെയാണ് പോകുന്നത്. താഴെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. താഴെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ റീജിയനിലാണ്, ഈ സർവൈവൽ ബ്രെയിനിലാണ്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേക്കും ഈ സർവൈവൽ ബ്രെയിന് എപ്പോഴും ഓൺ ആയിട്ട് നിൽക്കും. ബാക്കിയുള്ള റീജിയനൊക്കെ ഓഫ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഒരു വലിയ ട്രോമ അനുഭവിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു വയലൻസ് വിറ്റ്നസ് ചെയ്യുന്നു, ഒരു ആക്സിഡന്റിന്റെ ഭാഗമാകേണ്ടി വരുന്നു, ഒരു വാറിലേക്ക് എത്തുന്നു, അവർക്ക് ആലോചിച്ചെടുക്കാൻ പറ്റൂല, അവർക്കൊരു കാര്യം പറയാൻ കഴിയില്ല, അവരെപ്പോഴും അലേർട്ട് ആയിരിക്കും. അവരുടെ കോർട്ടെക്സ് റീജിയൻ ഓഫാണ്, ലിംബിക് റീജിയൻ ഓഫാണ്, അവർക്ക് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ തോന്നുന്നുണ്ടാവില്ല. അവർ സർവൈവൽ മോഡിലാണ്. ഈ സർവൈവൽ മോഡിൽ 3 റിയാക്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുക, അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രീസ് ആയി പോവുക. ഇപ്പൊ ചില ആളുകളൊക്കെ അനുഭവം പറയാറുണ്ട്, അസിഫ് ഞാൻ ആ ഘട്ടം എത്തിയപ്പോഴേക്കും ആൾ അങ്ങനെ ചെയ്തപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫ്രീസ് ആയിപ്പോയി. ഇത് നമ്മൾ സ്ട്രെസ് റിയാക്ഷനിൽ പറയുന്നതാണ്. ഈ ഫ്രീസിന് ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഈ മുൻകാലങ്ങളിൽ മൃഗങ്ങൾ ബാക്കിയുള്ള ഈ പെർപ്പച്വേറ്റർ ആയിട്ടുള്ള വേറെ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ മൃഗങ്ങൾ ചെയ്തിരുന്ന സർവൈവൽ മെക്കാനിസം ആയിരുന്നു അനങ്ങാതെ നിൽക്കുക എന്നുള്ളത്. അനങ്ങാതെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ മൃഗം വന്ന് ആക്രമിക്കില്ല, കാരണം ചത്തതിനെ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കുമ്പോൾ ഈ മൃഗം വിചാരിക്കുന്നത് മറ്റാൾ, ഈ പെർപ്പച്വേറ്റർ എന്നെ കാണുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്, ഞാൻ ഇൻവിസിബിൾ ആകുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചത്തതിന് എന്ത് ചെയ്യില്ല, ഇയാൾ കഴിക്കില്ല, അപ്പൊ ഇയാൾ എന്റെ ഭാഗത്തുനിന്ന് മാറിപ്പോകും. ഈ സർവൈവൽ ബ്രെയിൻ ഓൺ ആകുമ്പോഴാണ് പലപ്പോഴും ഫ്രീസ് ആകുന്നത്. അത് ബോധപൂർവം സംഭവിക്കുന്നതല്ല, അതൊരു സർവൈവൽ മെക്കാനിസമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം, ഈ ബ്രെയിൻ സ്റ്റെം എഫക്റ്റഡ് ആകുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഓഫായി പോകുന്നുള്ളതാണ്. അതുകൊണ്ട് തെറാപ്പി വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വർക്ക് ചെയ്യേണ്ടത് ഈ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ട്രോമ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം തന്നെ CBT പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആളുടെ നിയോ കോർട്ടെക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഒരു അറ്റാച്ച്മെന്റ് ഇഞ്ചുറി ആയിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയിൽ നമ്മൾ നേരെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, നെഗറ്റീവ് തോട്ട് പാറ്റേൺ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് വർക്ക് ആവില്ല. അതുകൊണ്ട് ബ്രൂസ് എന്നെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം റെഗുലേറ്റ് ചെയ്യൂ, ആളുടെ ബോഡിയിൽ വർക്ക് ചെയ്യൂ, ബോഡി റെഗുലേറ്റ് ചെയ്യപ്പെടട്ടെ, അതിനുശേഷം നിങ്ങൾ റിലേറ്റ് ചെയ്യൂ, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ, അതിനുശേഷമാണ് റീസൺ ചെയ്യേണ്ടത്. അപ്പൊ ആള് തന്നെ കൊണ്ടുവരുന്ന ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ മോഡലാണ് ഫസ്റ്റ് റെഗുലേറ്റ് ചെയ്യുക, ദെൻ റിലേറ്റ് ചെയ്യുക മനുഷ്യന്മാരായിട്ട്, മൂന്നാമതായിട്ട് എന്ത് ചെയ്യുക, റീസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ സ്ട്രെസ് റിയാക്ഷൻസിന്റെ ഒരു പാറ്റേൺ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ട്രെസ് റിയാക്ഷന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൺട്രോളബിൾ ആയിട്ടുള്ള
അതേപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രെസ് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഒരു കുട്ടി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ടോളറൻസ് ബിൽഡ് ചെയ്യാനാണ് സാധ്യത. ആ കുട്ടി റെസിലിയന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് മോഡറേറ്റർ ഈ സ്ട്രെസ് ആവശ്യമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഒന്നുമില്ല, അതായത് നടക്കുമ്പോൾ വീഴുന്നില്ല, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ആവശ്യമുണ്ട്. കുട്ടി വീഴുമ്പോഴേക്കും നമുക്ക് എല്ലാ സമയത്തും എടുക്കേണ്ട ആവശ്യമില്ല. അത് ആ സ്ട്രെസ് അവർ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ മോഡറേറ്റ് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, പ്രഡിക്റ്റബിൾ ആണ്, കൺട്രോളബിൾ ആണ് എങ്കിൽ ആ കുട്ടി റെസിലന്റ് ആയിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്നു, കൺട്രോളബിൾ അല്ലാത്ത സ്ട്രെസ് ഉണ്ടാകുന്നു, എക്സ്ട്രീം ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്നു. അങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ നെർവസ് സിസ്റ്റം എപ്പോഴും അലേർട്ട് ആയിട്ടാണ് നിൽക്കുക. ഒന്നും കൂടി പറയാം, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ട്രെസ് കുട്ടി എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് സെൻസിറ്റൈസേഷൻ നടക്കും. സ്ട്രെസ്സിനെ റിയാക്ട് ചെയ്യുന്നതിൽ സെൻസിറ്റൈസേഷൻ നടക്കും. ഈ സെൻസിറ്റൈസേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുക, വൾണറബിലിറ്റി എന്ന് പറയുക. കാരണം ഈ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും വഴക്കിടുന്നത് കാണുന്നു. ഈ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും, അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവർ കെയർ ചെയ്യുന്നില്ല, അവർ മാറ്റി നിർത്തുന്നു. ഈ കുട്ടി വേറെ മനുഷ്യന്മാരാൽ ഇമോഷണലി ഫിസിക്കലി ഒക്കെ അബ്യൂസ് ഈ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ ഈ സർവൈവൽ ബ്രെയിൻ എപ്പോഴും അലേർട്ടാണ്, ആ ബ്രെയിൻ സ്റ്റെം എപ്പോഴും അലേർട്ടാണ്. സെൻസിറ്റൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ സെൻസിറ്റൈസേഷൻ ആണ് പറയുക, സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് റെസ്പോൺസ് ആണ് ആ കുട്ടിയിൽ ഉണ്ടാവുക, ആ വ്യക്തിയിൽ ഉണ്ടാവുക. അപ്പൊ വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ കുട്ടി വലുതായി, അഡൾട്ടായി, 25 വയസ്സായി. ഇപ്പൊ 25 വയസ്സായിട്ട് അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇവരുടെ ബോഡി ഭയങ്കര അലേർട്ടാണ്. ഇവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, ഇവർക്ക് പെട്ടെന്ന് സ്ട്രെസ് റിയാക്ഷൻസ് ഉണ്ടാകും, ഇവർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചൂടാകും, ഉറക്കനെ സംസാരിക്കും, ഇമ്പൾസീവ് ആയിട്ടുള്ള റിയാക്ഷൻസിലേക്ക് പോകും. നമ്മൾ ഇതിനെ ടേം ചെയ്യും ഇമോഷൻ ഡിസ്റെഗുലേഷൻ, ഇമ്പൾസിവിറ്റി. ഇയാൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, ഇയാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ലേബിൾ ചെയ്യും. ഇതെന്താണ്, ഇദ്ദേഹത്തിന്റെ നെർവസ് സിസ്റ്റം എപ്പോഴും അലേർട്ടാണ്. എന്തുകൊണ്ടാണ് അലേർട്ട് ആയത്? ഇദ്ദേഹം ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് റിയാക്ഷൻസിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ അലേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ്സിന് റിയാക്ട് ചെയ്യാൻ വേണ്ടി, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. പക്ഷെ എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അലേർട്ടായി. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഫയർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അലാറം അടിയുമല്ലോ. അപ്പം ഈ അലാറം അടിയുന്നത് എപ്പോൾ മാത്രമാണ്? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ട് എപ്പോഴും അലാറം അടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും അലാറം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും കുട്ടി അലേർട്ട് ആയിരിക്കും. അപ്പൊ ക്ലാസ്സിൽ ചെന്നാലും കുട്ടി അലേർട്ട് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ ടീച്ചർ ചിലപ്പോൾ കംപ്ലൈന്റ് ചെയ്യും പാരന്റിനെ, ഈ കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു പറയുന്നു. അപ്പൊ കൺവെൻഷൻ മോഡൽ സ്വീകരിക്കുന്ന ഒരാളെ ഈ കുട്ടിയെ നോക്കിയിട്ട് പറയുന്നു, ADHD കറക്റ്റ് ആണ്, ADHD ശരിക്കും ഈ കുട്ടിക്ക് ADHD ഉണ്ട്. ഈ കുട്ടി ADHD അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്, എപ്പോഴും വീട്ടിൽ പ്രതിസന്ധിയാണ്, ഏത് സമയത്തും രാത്രി പൊട്ടിത്തെറി ഉണ്ടാകാം. അപ്പൊ കുട്ടി അലേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ആ അലേർട്ട്നെസ് കുട്ടി എന്ത് ചെയ്യുന്നു, പുറത്തു പോയാലും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ന്യൂറോബയോളജിക്കൽ പെർസ്പെക്റ്റീവ് പറയല് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം ഈ എഫക്ട്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും എഫക്ട്സിൽ പ്രത്യേകമായിട്ടും നമ്മുടെ ഇത് എനിക്കൊന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന നന്നാവും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. സൈക്കോളജിക്കലി എഫക്ട് ചെയ്യുന്നത് പ്രത്യേകമായിട്ടും ഇൻട്രൂസീവ് മെമ്മറീസ് ഉണ്ടാകാം. അപ്പം ആ മെമ്മറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും വന്നേക്കാം. നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളോടും ഇവരിങ്ങനെ അവോയ്ഡൻസ് കാണിക്കുന്നുണ്ടാവും. ഞാൻ അത് ചെയ്യുന്നില്ല. ഒരു കുട്ടിയെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ആസിഫ് എനിക്ക് കണ്ണാടി നോക്കാൻ കഴിയില്ല, കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ കുട്ടി ജിമ്മിന് പോകുന്നില്ല. ജിമ്മിന് പോകാതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ജിമ്മിൽ വലിയൊരു കണ്ണാടിയുണ്ട് നമ്മളെ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പാരൻസ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത്, നന്നായിട്ട് ഒരുങ്ങി വരുന്ന സമയത്ത് പാരൻസ് പറയും അത്ര നന്നായിട്ടൊന്നുമില്ല, എന്തിനത്ര ഒരുങ്ങി കിട്ടി, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര മോശമായ അഭിപ്രായമാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണാടി നോക്കിയാൽ എനിക്ക് എന്നെ ഭയങ്കര വികൃതമായിട്ടാണ് തോന്നാറ്. സീ ദാറ്റ് എഫക്ട്, സീ ദാറ്റ് ഇമ്പാക്ട്.
ഒരു കുട്ടിയെ ഇപ്പോൾ ഈ ഈഗോ സ്റ്റേറ്റ് തെറാപ്പി എന്നുള്ള തെറാപ്പി ഉണ്ട് ഹിപ്നോസിസിൽ. അപ്പൊ അതിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് ഫിൽറ്റേഴ്സ് ഇല്ല. കുഞ്ഞ് ഈ കെയർ ഗീവേഴ്സ് എന്താണോ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഈ കുട്ടിക്ക് പോകാൻ പറ്റില്ല. കുട്ടീനോട് എപ്പോഴും കെയർ ഗീവേഴ്സ് പറയാം പൊട്ടനാണ്, കണ്ടില്ല, മണ്ടനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന് അതിന് കഴിവില്ല, അവനത് എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, എന്തിനാണ് അറിയാത്ത പണിക്ക് നിൽക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആ കുട്ടിയുടെ ഉള്ളോട്ടാണ് പോകുന്നത്. ആ കുട്ടി അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് പറഞ്ഞു എനിക്ക് കഴിവില്ല എന്നല്ല, പിന്നെ ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഞാനത് ശ്രമിച്ചിട്ട് കാര്യമില്ല, ഞാൻ അതിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്. പലപ്പോഴും ഇത് പറയാറുണ്ട്. ഈ പല സമയങ്ങളിൽ കുട്ടികൾ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനെ, ചെറിയ ചെറിയ ആക്ഷൻസിനെ നെഗറ്റീവായിട്ട് കണക്കാക്കുകയും ക്യാൻസൽ ചെയ്യുകയും ചെയ്തതിനു ശേഷം പിൽക്കാലത്ത് വലുതാകുമ്പോൾ അവർ പറയണം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഈ 40-ാമത്തെ വയസ്സിലും 50-ാമത്തെ വയസ്സിലും വരെ ഭയപ്പാടുണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ആ കുട്ടിക്കാലത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈപ്പർ അറോസലാണ്. ഹൈപ്പർ അറോസൽ നേരത്തെ പറഞ്ഞു, അവരുടെ സ്ട്രെസ് റിയാക്ഷൻ എപ്പോഴും ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഐഡന്റിഫൈ, നമ്മൾ എന്താ ചെയ്യുക? ഒരു വ്യക്തിനെ അവൻ ചൂടനാണ്, അവൻ ഷോർട്ട് ടെമ്പേർഡാണ്, അവനെന്തോ കുഴപ്പമുണ്ട്, അവൻ പ്രശ്നക്കാരനാണ്, അവൻ എപ്പോഴും കുഴപ്പമാണ്, അവനോടൊന്നും പറയാൻ പോലും പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ ആളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രോമ ഇൻഫോർമഡ് അപ്രോച്ച് പറയുന്നത് നോ 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 നോ, ആൾ ഓക്കെയാണ്, ആളുടെ ഈ എക്സ്പീരിയൻസ് ആണ് ഈ നെർവസ് സിസ്റ്റത്തെ ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ട്രോമ ഇൻഫോർമഡ് അപ്രോച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിനിക്കൽ സൂപ്പർവൈസർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എപ്പോഴും ആലോചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ അബ്നോർമൽ കണ്ടീഷൻസിൽ അബ്നോർമൽ റിയാക്ഷൻസ് ഈസ് നോർമൽ. അബ്നോർമൽ കണ്ടീഷൻസിലൂടെ കടന്നു വരുമ്പോഴേക്കും അബ്നോർമൽ റിയാക്ഷൻസ് ഉണ്ടാവും. അത് നോർമലാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? വ്യക്തിനെ ആദ്യം നമ്മൾ അബ്നോർമൽ ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അത് ശരിയായ രീതിയല്ല, ശരിയായ സമീപനമല്ല. അവിടെയാണ് നമ്മുടെ ലെൻസിൽ നമ്മൾ വ്യത്യസ്ത രീതിയിൽ കാണേണ്ടതായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എപ്പോഴും അലേർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാക്കാം. ഈ ആങ്സൈറ്റി ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ആങ്സൈറ്റി പലപ്പോഴും അറ്റാച്ച്മെന്റ് ഇഞ്ചുറീസ് ഒന്നുണ്ടാകാം. അത് നമ്മൾ കാണുന്ന പോലുമില്ല. നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്ന ആങ്സൈറ്റിന് മാത്രമാണ്. ആങ്സൈറ്റി ആ പ്രശ്നമുണ്ട്, ഇയാൾ കുറച്ച് ആൻഷ്യസ് ആണ്, ഇയാൾ കുറച്ച് വീക്ക്, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ജഡ്ജ്മെന്റുകളിലേക്കൊക്കെ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ഇഞ്ചുറി കാരണമായിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരാളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്റെ പാരന്റ് എന്നെ ചതിക്കുകയാണ് എന്ന ആ മൊമെന്റ് എത്തിയ സമയത്ത് എനിക്ക് പാരന്റിനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോഴേക്കും എനിക്ക് സ്ട്രെസ് വരാറുണ്ട്, ഞാൻ ആൻഷ്യസ് ആവാറുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നത്. ദെയർ ഈസ് ആൻ അറ്റാച്ച്മെന്റ് ഇഞ്ചുറി. ആ ഇഞ്ചുറിയാണ് പിന്നെ ആങ്സൈറ്റി ആയിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ട് പിന്നെ അടുത്തൊരു ഡിസോസിയേഷൻ ആണ്. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരെപ്പോഴും ഇങ്ങനെ സോൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി സോൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോൺ ഔട്ട് ആവുക എന്നുള്ളത് ചെറിയ സമയങ്ങളിലൊക്കെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടാണ് ട്രോമ എക്സ്പെർട്സ് ഒക്കെ പറയുന്നത്. പക്ഷെ എപ്പോഴും സോൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. അവര് ചില സമയത്ത് ഫെയിൻഡ് ചെയ്ത് വീഴുന്നു, ചില സമയത്ത് അവരുടെ ബോഡി പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെ ഡിസോസിയേഷൻസ് തന്നെ വ്യത്യസ്ത രീതിയിലുണ്ട്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡേഴ്സും ഡിസോസിയേറ്റീവ് ഫ്യൂഗും ഇതൊക്കെ സൈക്കോളജി പഠിക്കുന്ന, ഈ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഒരു കേസ് ഇതേപോലെ തന്നെ ആ കുട്ടി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ ഒരു ഘട്ടത്തുമ്പോഴേക്കും ആൾ ബോധം കെട്ട് വീഴുന്നു, വിതൗട്ട് എനി റീസൺ ആൾ ബോധം കെട്ട് വീഴുന്നു. പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് പോയപ്പോഴാണ് ഒരു ഫാക്ടർ അവിടെ കിടപ്പുണ്ട്, ഒരു ക്രോണിക് സ്ട്രെസ് അവിടെ കിടപ്പുണ്ട്. ആ ക്രോണിക് സ്ട്രെസ് കാരണമാണ് ഇയാൾ ഈ ബുദ്ധിമുട്ട്, ഇയാൾ ഇങ്ങനെ ഫെയിൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പം എഫക്ട്സ് ഇപ്പം അതേപോലെ തന്നെ ഈ ബോഡിയിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം സ്കിന്നിനെ എഫക്ട് ചെയ്യും. കണ്ടിന്യൂസ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആരെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഭയങ്കരമായ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവര് എപ്പോഴും ചൊറിച്ചിൽ വന്നുകൊണ്ടിരിക്കും, നിരന്തരമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ബ്രെയിനും സ്കിന്നും അതേപോലെ തന്നെ ബ്രെയിനും ഗട്ടും ഹൈലി കണക്റ്റഡ് ആണ്. അപ്പൊ എന്തെങ്കിലും ബ്രെയിനിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഇച്ചിങ് ആയിട്ടും എക്സിമ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ട്രോമ പറയല് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് ട്രോമയില് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയുമ്പോഴേക്കും സ്മോൾ ടി ട്രോമയും ക്യാപിറ്റൽ ടി ട്രോമ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 ആണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അഡ്വൈസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വേറെ തന്നെ ആയിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം ഈ ടൈപ്പ് 1 ട്രോമ എന്ന് പറയുന്നത് ആള് സേഫ് ആയിരുന്നു, സെക്യൂർഡ് ആയിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സഡൻ ആയിട്ട് ആളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നു, സഡൻ ആയിട്ട് ആളുടെ ലൈഫിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അപ്പം
മുന്നേ കണ്ടിട്ടുള്ള ഒരാളെ ആള് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ലൈഫ് കുറെ കൂടെ ഓക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരാള് വളരെ റിലൈ ചെയ്തിരുന്ന ഒരാള്, വളരെ വിശ്വസിച്ചിരുന്ന ഒരാള്, ആള് രാത്രി സമയത്ത് വന്നിട്ട് ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് ഒരു വടി കൊണ്ട് അടിക്കുകയാണ്, തലയിൽ അടിക്കുകയാണ്. ആ മൊമെന്റിന് ശേഷം ആൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സിംറ്റംസ് ജനറേറ്റ് ചെയ്തു വന്നു, വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിംറ്റംസ്. അതത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ടൈപ്പ് 1 ട്രോമയാണ്. അതായത് ഓക്കെ ആയിട്ട് കുറെ കൂടെ ഓക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സേഫ് സെക്യൂർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരുന്നു. സഡൻ ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതിനുശേഷം പിന്നെ ലൈഫ് മാറുന്നു. അവിടെ പിന്നെ PTSD ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഡിസോസിയേറ്റീവ് സിംറ്റംസ് ഉണ്ടാകുന്നു. അപ്പം ചില കാണുമ്പോഴേക്കും പാരന്റ്സ് പറയും അവൻ ഉറങ്ങുന്നില്ല, അവൻ പഠിക്കുന്നില്ല, അവള് നന്നായിട്ട് ചെയ്തിരുന്നു ഇപ്പൊ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം അവൾ ഒക്കെ ആയിരുന്നു, പക്ഷെ സഡൻ ആയിട്ട് എന്തുണ്ടായിട്ടുണ്ട്, ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരു അറ്റാച്ച്മെന്റിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അത് ആളെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആള് എന്ത് ചെയ്യുന്നത്, ഉറങ്ങാൻ പറ്റാത്തത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ആദ്യം ഡിപ്രഷൻ എന്നുള്ളതിനെ മാറ്റിയിട്ട്, ആ ലേബലിനെ മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ആൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് എംപത്തറ്റിക്കലി നോൺ ജഡ്ജ്മെന്റലി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത രീതി ഇൻ ദ സെൻസ് നമ്മൾ ട്രോമ ഇൻഫോംഡ് പ്രാക്ടീഷണറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ടുള്ളത് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഈ ടൈപ്പ് 2 ട്രോമയും കോംപ്ലക്സ് ട്രോമയൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഈ ടൈപ്പ് 2 ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻസിഡൻസ് ആണ്. അപ്പൊ ആർക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നു, ചെറിയ എക്സ്പീരിയൻസുകൾ. പാരന്റ്സ് നെഗറ്റീവായിട്ട് പറയുന്നു, കളറിനെ കുറിച്ച് പറയുന്നു, ഹൈറ്റിനെ കുറിച്ച് പറയുന്നു. അത് അവൻ സ്കൂളിൽ പോകുമ്പോൾ അത് സംഭവിക്കുന്നു, അവൻ പിയർ ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴും അത് സംഭവിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ചെറിയ ഇൻസിഡൻസ് പക്ഷെ കണ്ടിന്യൂസ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വിടുന്നു. ഇവര് വലുതാകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുള്ള പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഒരു കാര്യം കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് ഒരാൾ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ആസിഫ് എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ ഭയമാണ്. എന്ത് പറ്റി നല്ല മാർക്ക് വാങ്ങാൻ ഭയം? അപ്പൊ ആള് പറഞ്ഞു, ആള് പറയല്ല, ആൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആളുടെ കുട്ടിക്കാലത്ത് നല്ല മാർക്ക് വാങ്ങിയ സമയത്ത് ആളുടെ സുഹൃത്തുക്കളെക്കാൾ ഉപേക്ഷിച്ചു പോയി, ആളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെക്കാൾ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ആൾക്ക് മാർക്ക് വാങ്ങുന്നത് ഭയമായിട്ട് മാറുകയാണ്. അപ്പം ഈ ചെറിയ ഇൻസിഡൻസ് ആണ്, പക്ഷെ അതെന്ത് ചെയ്യുന്നു, പിൽക്കാലത്ത് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ ഫ്രൂയിഡിന്റെ തിയററ്റിക്കൽ ആസ്പെക്ടുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം ഏതാണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ആണ്. കാരണം എന്താണ്, അതിന് ബ്രൂസ്ബെറി പറയുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ ഈ ഫങ്ഷണൽ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്ത് വരുന്നത് ആ ചൈൽഡ്ഹുഡ് സമയത്താണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സമയം ചൈൽഡ്ഹുഡ് സമയത്താണ്. ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ, ഈ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അത് ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് പിൽക്കാലത്ത് എന്ത് ചെയ്യാം, പ്രശ്നങ്ങളായിട്ട് വലിയ രീതിയിലുള്ള സൈക്കോളജിക്കൽ സഫറിംഗ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ടൈപ്പ് 2 ട്രോമ, സ്മോൾ ടി ട്രോമ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യില്ല. മറിച്ചു വലിയ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ അപകടത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമോ, അപകടം കാരണമാണ് എന്തെങ്കിലും സംഭവിച്ചതെന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഈ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് വയലൻസ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ഒരാളോട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കുട്ടി ട്രസ്റ്റ് ചെയ്ത ഒരാളുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കുഞ്ഞു എക്സ്പീരിയൻസുകളൊക്കെയും ഈ പേഴ്സണാലിറ്റിയിൽ എഫക്ട് ചെയ്ത് വന്നേക്കാം. അപ്പൊ നമ്മൾ വലുതാകുന്ന ഒരാളെ നമ്മൾ മിക്കവാറും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുള്ള രീതിയിലേക്കും ലേബൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെ വ്യത്യസ്ത രീതിയിൽ കാണാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വാട്ട് യു തിങ്ക്? ഒരു കുഞ്ഞിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? കെയറിങ്, കംഫർട്ട് ഉണ്ടാവണം, നല്ല പാരന്റിംഗ് ആയിരിക്കണം. ഓക്കേ, എന്താടാ കേട്ടില്ല? ലിബിഡോ സാറ്റിസ്ഫൈ ആവുന്നത്. ലിബിഡോ സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ദേവ് താര
attention, listening, emotional support, security, safety. Very nice, very nice. Anything else? വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഈ സേഫ്റ്റിയും സെക്യൂരിറ്റി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടൊരു ടൈം പറയാറുണ്ട്, ഒരു കുട്ടിക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ്, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. വെരി നൈസ്, വെരി നൈസ്. സൈക്കോളജിക്കൽ സേഫ്റ്റി, വെരി ഗുഡ്, വെരി ഗുഡ്. ക്വാളിറ്റി ടൈം, കെയർ, സേഫ്റ്റി, ഇമോഷണൽ സപ്പോർട്ട്, ആക്സെപ്റ്റൻസ്. വെരി നൈസ്, വെരി നൈസ്. ഇതിനൊക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സൈക്കോളജി പറയാൻ ശ്രമിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് അറ്റാച്ച്മെന്റ് ആണ്. വാല്യൂ കിട്ടുക എന്ന് തോന്നുക. വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അറ്റാച്ച്മെന്റ് ആണ്. ആ അറ്റാച്ച്മെന്റിലാണ് വ്യത്യസ്ത രീതിയിലുള്ള അറ്റാച്ച്മെന്റ് പറയുന്നുണ്ട്. സ്യൂ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റ് ആണ് അറ്റാച്ച്മെന്റ് പറയുന്നത്. സ്യൂ ജോൺസൺ പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് മോഡല് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ആണ്. ഒരു കുഞ്ഞിന് ഏറ്റവും ആവശ്യം സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ആണ്. ഈ കുഞ്ഞ്, അതായത് എല്ലാ മനുഷ്യരുടെയും നെർവസ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. ഈ സ്യൂ ജോൺസൺ തന്നെ പറയുന്ന മെറ്റഫർ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീനിന് വെള്ളമെന്ന പോലെ ഒരു മനുഷ്യന് അറ്റാച്ച്മെന്റ് അത്ര കണ്ട് ആവശ്യമാണ്. ഏത് കാലഘട്ടം വരെ നിങ്ങൾക്കറിയാവോ, ഒരു കുഞ്ഞ് ജനിച്ച് തൊട്ടിലിൽ മുതൽ ആ കുഞ്ഞ് മരിക്കുന്ന, ആ കുഞ്ഞ് വലുതായി വ്യത്യസ്ത ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ ഒക്കെ കടന്നുപോയി വയസ്സായി മരിക്കുന്നത് വരെ ആ ആൾക്ക്, ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റാച്ച്മെന്റ് ആണ്. കുഞ്ഞ് സീക്ക് ചെയ്യുന്നത് ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ആണ്. ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഈ സ്മോൾ ടി ട്രോമ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പിൽക്കാലത്ത് വ്യത്യസ്ത രീതിയിൽ പുറത്തേക്ക് വന്നേക്കാം, സൈക്കോളജിക്കൽ സഫറിംഗ് ആയിട്ട് പുറത്തേക്ക് വന്നേക്കാം. ഒരു കുട്ടി നിരന്തരമായി ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് സംഭവിക്കുന്നത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, 4 S പറയുന്നുണ്ട്. ഒന്ന്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാട്ടോ. ഒന്ന്, സീ ചെയ്യുക, ആ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുക, ആ കുട്ടി വിസിബിൾ ആണ്, ആ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന ഫീൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആ കുട്ടിയെ കെയർ ചെയ്യുന്നുണ്ട്. ചില പാരന്റ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടൊക്കെയുള്ള പ്രാക്ടീസുകൾ ചെയ്യാറുണ്ട്. കുഞ്ഞ് വാശി പിടിക്കുമ്പോഴേക്കും അതിനേക്കാൾ വലിയ വാശി പിടിച്ചുകൊണ്ട്, അതിനേക്കാൾ ദേഷ്യം കാണിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും? ശബ്ദത്തിൽ ഷൗട്ട് ചെയ്യും. അതെന്താ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. കുട്ടിയുടെ നെർവസ് സിസ്റ്റം ഇങ്ങനെ ഈ ഫങ്ഷണൽ ബ്രെയിൻ്റെ ആർക്കിടെക്ചർ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് വരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. കുട്ടിയുടെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം അങ്ങേയറ്റം അലേർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയുടെ സീ ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ് ആണ്, സൈക്കോളജിക്കലി സേഫ് ആണ്, ഇമോഷണലി സേഫ് ആണ്, ഫിസിക്കലി സേഫ് ആണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. യു സേഫ് ഹിയർ. മൂന്നാമത്തത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആളെന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്നു, ആളെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നു, നമ്മുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നമ്മളത് സോർട്ട് ഔട്ട് ചെയ്യാൻ ആളെ സഹായിക്കുന്നു. ആളൊരു കളിപ്പാട്ടം പൊട്ടിയിട്ട് വരുന്നു, നമ്മൾ അതിനെ എങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതിനെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്പം കൂടുകയും ചെയ്യുന്നു. സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എനിക്കൊരാളുണ്ട്. നാലാമത്തതായിട്ടുള്ളത് സൂത്തിങ്. ആള് കരയുന്നു, ആള് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. നമ്മൾ അദ്ദേഹം പറഞ്ഞത് പാരന്റ്സ് ഒക്കെ കുട്ടീനെ അഡൾട്ട് ആയിട്ടാണ് പലപ്പോഴും കാണാറ്. അപ്പൊ അവൻ ആ കരഞ്ഞിരുന്നോട്ടെ, കുഴപ്പമില്ല. അവിടെയാണ് സൂത്തിങ് ആവശ്യമുള്ളത്. ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഒരാൾ പഠിക്കുന്നത് ഒരു 25-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലോ ഒന്നുമല്ല. ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് കുട്ടിക്കാലത്താണ്, ചെറുതാകുമ്പോഴാണ്, കുഞ്ഞായിരിക്കുമ്പോഴാണ്. ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ കുട്ടി കരയുമ്പോഴേക്കും ആ കുട്ടിയെ നമ്മൾ സൂത്ത് ചെയ്യുന്നു, ഇങ്ങനെ തട്ടിങ്ങനെ പാറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പാറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടിയുടെ നെർവസ് സിസ്റ്റം ഇങ്ങനെ കാമാകുന്നുണ്ട്. അപ്പൊ കുട്ടി എന്ത് പഠിക്കുന്നുണ്ട്? ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ട സമയം കുട്ടിക്കാലത്താണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ കെയർ ഗീവേഴ്സ് ആണ്, കുട്ടിയല്ല, അഡൾട്ട് അല്ല. കുട്ടി ഇങ്ങനെ ആർത്ത് കരയുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്തിങ്ങനെ പിടിച്ചിട്ട് സാരമില്ല കേട്ടോ, ഇങ്ങനെ സൂത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ? കുഞ്ഞിങ്ങനെ കരച്ചത് ഇങ്ങനെ മാറി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചിരിച്ചു വരുന്നു. എന്ത് സംഭവിക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്? ആ കുട്ടിയുടെ നെർവസ് സിസ്റ്റം നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, ഇമോഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ സൂത്ത് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. വേറൊരു പേപ്പറിൽ വായിക്കാൻ, റിസർച്ച് പേപ്പറിൽ വായിക്കാൻ പറ്റിയിട്ടുള്ള കാര്യം, 2 കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ഇന്ററാക്റ്റീവ് റിപ്പയർ, അതേപോലെ തന്നെ അഫക്റ്റീവ് സിൻക്രോണി. അഫക്റ്റീവ് സിൻക്രോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് ഈ ട്രോമ അനുഭവിക്കുന്ന കുട്ടികളെ ചില സമയത്ത് അല്ലെങ്കിൽ ഈ തീരെ കണക്ഷൻസ് ഇല്ലാത്തൊരു ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും, റെക്കമെൻഡ് ചെയ്യും, ഒരുമിച്ച് പല കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, മീൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അതിനുള്ളൊരു സിസ്റ്റം ഇല്ല. അതിലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഈ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സും വേറെ തെറാപ്പിസ്റ്റുകളൊക്കെ കൂടെ ആയിട്ടൊരു ടീം വർക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ തെറാപ്പിയുടെ സെഷനിൽ തന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാകും. എന്നിട്ട് ഈ പാരന്റും കുട്ടിയും കൂടെ ഒരുമിച്ച് കളിക്കുകയാണ് ചെയ്യാൻ. എഫക്റ്റീവ് സിൻക്രോണി, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു, ഒരുമിച്ച് ചാടുന്നു, ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു, ഒരുമിച്ച് പാട്ട് പാടുന്നു. എഫക്റ്റീവ് സിൻക്രോണി ഇത് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യിപ്പിക്കും. രണ്ടാമതായിട്ടുള്ളത് ഇന്ററാക്റ്റീവ് റിപ്പയർ. ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ഇതാണെന്ന് പറയപ്പെടുന്നുണ്ട്, ഇന്ററാക്റ്റീവ് റിപ്പയർ. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനൊരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അവൈലബിൾ ആകാൻ പറ്റില്ല. പക്ഷേ കെയർ ഗീവർ അവൈലബിൾ ആകുന്ന സമയത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇന്ററാക്റ്റീവ് റിപ്പയർ. എടാ എനിക്ക് വരാൻ പറ്റില്ലടാ, ഐ എം സോറി, എനിക്ക് ആ സമയത്ത് ഉണ്ടാവാൻ പറ്റില്ലടാ, എനിക്ക് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല, അയ്യോ വിഷമായില്ലേ, പ്രയാസമായില്ലേ, നമുക്ക് ഇത് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ആ കുട്ടീനോടൊപ്പം ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കൂടെ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ കുട്ടിക്ക് ഫീൽ ചെയ്യോ ഞാൻ ഈ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുമ്പോഴാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനെ മാത്രമല്ല എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അറ്റാച്ച്മെന്റ് ആണ്. രണ്ടാമതായിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ കുറിച്ച് കാണുന്നതിന് ഞാൻ കോൺഫിഡന്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ നല്ല വ്യക്തിയാണോ, ഞാൻ മോശമാണോ, ഇങ്ങനെയുള്ള സെൽഫിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫോം ചെയ്യുന്നത് ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റിലൂടെയാണ്. അതേപോലെ തന്നെ ലോകത്തെ കാണുന്നതും ബാക്കിയുള്ള മനുഷ്യന്മാരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഫോം ചെയ്യുന്നതും ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റിലൂടെയാണ്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ എന്താ സംഭവിക്കാന്നറിയോ? സൂ ജോൺസൺ പറയുന്നുണ്ട്, ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർ എംപത്തറ്റിക് ആയിരിക്കും, അവർ റെസിലിന്റ് ആയിരിക്കും, അതേപോലെ തന്നെ അവർ അസേർട്ടീവ് ആയിരിക്കും, അവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. അവരാണ് റിസ്ക് ടേക്കേഴ്സ് ആയിട്ട് മാറുന്നത്. പലപ്പോഴും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ മൂവീസ് നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ, റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഹക്ക് മൂവി ആണെങ്കിലും, തപ്പട് എന്ന് പറഞ്ഞ മൂവി ആണെങ്കിലും, ഈ മൂവീസിലൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ അസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ആണെങ്കിലും ഇവിടെയൊക്കെ ട്രോമ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ഈ ട്രോമയില് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആള് പെട്ടെന്ന് സർവൈവ് ചെയ്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ അറ്റാച്ച്മെന്റ്, നമുക്ക് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഇവിടെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ മൂവീസ് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂർഡ് അറ്റാച്ച്മെന്റ് കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡന്റ് ആയിരിക്കും, റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും, എവിടെ മുമ്പിൽ ഇങ്ങനെ കയറി പോകാനുള്ള ശക്തി ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് ആകും, ഓട്ടോണമി ഉണ്ടാകും. ഈ കുട്ടി സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന പറയപ്പെടുന്നത്. സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവില്ല, കാരണം സെക്യൂർഡ് അറ്റാച്ച്മെന്റ് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ സ്യൂ ജോൺസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആർ യു ദേർ ഫോർ മീ, ആർ യു ദേർ ഫോർ മീ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ, ആർ യു ദേർ ഫോർ മീ. ഈ ARE എന്ന് പറയുന്നതിൽ A എന്ന് പറയുന്നത് ആക്സസിബിൾ ആവുന്നുള്ളതാണ്, R എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആവുന്നുള്ളതാണ്, E എന്ന് പറയുന്നത് ഇമോഷണലി എൻഗേജ് ആവാന്നുള്ളതാണ്. നിങ്ങൾ അവിടെ ഉണ്ടാവുമോ, ഞാൻ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമോ? ഇതെല്ലാ കുഞ്ഞുങ്ങളും, ഞാനും നിങ്ങളടക്കമുള്ള എല്ലാ മനുഷ്യന്മാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ അറ്റാച്ച്മെന്റ് ആണ്, സെക്യൂർഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കിട്ടാതെ വരുമ്പോഴേക്കും പിൽക്കാലത്ത് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്തേക്കാം, അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയും വൈവാഹിക ജീവിതത്തേക്ക് അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നിരന്തരമായിട്ട് അങ്ങനെ ഉള്ള ആളുകളെ കാണുകയും സംസാരിക്കുകയും ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാം, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാം, അത് അവരുടെ സൈക്കോളജിക്കൽ വലിയ രീതിയിലുള്ള സഫറിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അസംഷൻസിലേക്കും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസിലേക്കും പോയിട്ട് സെഷൻസ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ അസംഷൻ ആയിട്ട് പറയുന്നത് ബേസിക് അസംഷൻസ് 4 എണ്ണമാണ്. അതായത് നമ്മൾ ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 4 അസംഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്കൊരു കഥയുണ്ടെന്നും ഈ വ്യക്തി ഫോം ചെയ്തിരിക്കുന്നത് കുട്ടിക്കാലത്തിന്റെ എക്സ്പീരിയൻസിലൂടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കുട്ടിയെ
ആ വ്യക്തികളെ കാണാൻ നമുക്ക് പറ്റേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ളത് R=റെസ്പോണ്ട്. 4R രണ്ടാമത്തെ റെസ്പോണ്ട് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഈ ട്രോമ ഇൻഫോംഡ് കെയറിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വാട്ട്സ് റോങ് വിത്ത് യു എന്നല്ല ചോദ്യം, എന്താ നിന്റെ പ്രശ്നം, എന്താ നിന്റെ പ്രശ്നം, എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നത്, ഈ ചോദ്യമേ ഉദിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഹാപ്പൻ ടു യു, എന്താ പറ്റി, എന്താ ഉണ്ടായി, എന്താ പ്രശ്നം ഉണ്ടായി, എന്താ പ്രയാസം ഉണ്ടായി, വാട്ട് ഹാപ്പൻ ടു യു. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഈ ട്രോമ അനുഭവിച്ചിട്ടാണ് വന്നത്, അവിടെ നമ്മൾ ആ സിഗ്നൽസിനെയും സിംറ്റംസിനെയൊക്കെയും അതിൻ്റെ ഒരു എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഇതിൻ്റെ ഒരു കീ അസംഷനാണ്. നാലാമതായിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം റെസിസ്റ്റിംഗ് റീട്രോമറ്റൈസേഷൻ. വീണ്ടും ആ വ്യക്തി ട്രോമയിലൂടെ കടന്നു പോകുന്നതിനെ തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാരണം ആ ട്രോമ ആൾക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ട്രോമ ഇൻഫോംഡ് കെയറിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത് ഈ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു കാര്യമുള്ളത് സേഫ്റ്റിയാണ്. എല്ലാ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സേഫ്റ്റി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരു സെഷനിലേക്ക് ഒരു ആൾ കയറി വന്നു. 21 വയസ്സിനൊക്കെ ശേഷമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി വളരെ അലേർട്ടായിരുന്നു. ആ കുട്ടിയുടെ ഒപ്പം കെയർ ഗീവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേക്കും മനസ്സിലായി ഭയങ്കര ഫിസിക്കലി അലേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് വെച്ചപ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നു, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് എന്ന് ആൾ പറഞ്ഞു. ആൾ പറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഈ ക്ലിനിക്കിൽ പല റൂമുകൾ അവൈലബിൾ ആണ്, നിങ്ങൾ പോയി നോക്കൂ, നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇടത്തെ നിങ്ങൾ കണ്ടെത്തൂ, ഇതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി നേരെ പല പല റൂമിലേക്ക് പോയതിനു ശേഷം ആകാശമൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ചെടിയൊക്കെയുള്ള ഒരു റൂമുണ്ട്, ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള റൂമുണ്ട്. ആ റൂമിലേക്ക് ആ കുട്ടി പോയിട്ട് പറഞ്ഞു ഞാൻ ഈ റൂമിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുട്ടീനെ ആ റൂമിലാണ് ഇരുന്ന് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, ആ കുട്ടിക്ക് അവിടെയാണ് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരെപ്പോഴും അലേർട്ട് ആയിരിക്കും, പിന്നെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സീ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയുന്നൊന്നും ആരും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല, അത് വെരിഫൈഡ് ആണ്, ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്, ആരും കേൾക്കുന്നില്ല, ഓക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ സേഫ്റ്റി ഓരോ വ്യക്തികൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഒരാളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഹഗ് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഹഗ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹഗ് എന്ന് പറയുന്നത് അൺസേഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മൾ വിചാരിക്കുക അയ്യോ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോയത് മോശമായി പോയി, ഇനി ഞാൻ ഒരാളെയും സഹായിക്കേണ്ട, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആളുടെ സേഫ്റ്റി, ആൾക്ക് എവിടെയാണ് സേഫ്റ്റി ഫീൽ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൾക്ക് ത്രെട്ടണിങ് ആയിട്ടൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. അടുത്തൊരു കാര്യം, ഇപ്പം ഈ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഇപ്പൊ പാരന്റ്സിനോട് ഞാൻ വേറെ കാര്യം പറയുന്നു, ഇയാളോട് വേറെ കാര്യം പറയുന്നു, ഒരു ഇൻകോൺഗ്രുവൻസ് ഫീൽ ചെയ്യുന്നു. തെറാപ്യൂട്ടിക് ടേം ആണല്ലോ അത്. അതായത് ഈ ട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ട. ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആസിഫ് എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല, ഒന്നാമത് ശീലമില്ല ആണുങ്ങളോട്, അതേപോലെ തന്നെ എനിക്ക് ട്രസ്റ്റ് എപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ആരും വിശ്വസിക്കണം എന്നറിയില്ല. അപ്പൊ ഞാൻ അവിടെ തെറാപ്പിസ്റ്റും കൂടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുക. മൂന്നാമതായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, ഇപ്പൊ ചില കേസുകളിൽ പിയർ സപ്പോർട്ട് കുടുംബത്തിന് ഭയങ്കര ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അതായത് അവിടെ സോഷ്യൽ വർക്കറാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏകദേശം 4 പേര്, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആൾ വരുന്നത്. സുഹൃത്തിന്റെ ബുദ്ധിമുട്ടായിട്ടാണ്, ആ കുട്ടിക്ക് പാനിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 4 പേര് വന്നിട്ട് പറഞ്ഞു, ആസിഫ് എന്താ ഞാൻ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അവര് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കുട്ടിയിൽ മാറ്റം ഉണ്ടായി. കുട്ടി എപ്പോഴും തലവേദനയാണ് എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി പിന്നെ അതിനുശേഷം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ കൂടെ ആക്റ്റീവായി, കുറെ കൂടെ ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ആൾ എൻഗേജ് ചെയ്ത് തുടങ്ങി.
ആൾക്ക് സപ്പോർട്ട് ഫീൽ ചെയ്യുന്നു, ആൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നു. നാലാമതായിട്ടുള്ളത് കൊളാബറേറ്റീവ് അപ്രോച്ച് ആണ്. ഞാനൊന്ന് പറയുന്നു, നിങ്ങളൊന്ന് ചെയ്യുന്നു, അങ്ങനെയല്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വി ആർ ഇൻ ദിസ് ടുഗദർ. നമ്മൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്തത്. ഞാൻ നിങ്ങളുടെ മുകളിലോ നിങ്ങൾ താഴെയോ അല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഈ കൊളാബറേഷനും അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരു ആളുണ്ടായിരുന്നു, ആളെന്നോട് പറയുന്നു, ആസിഫ്, ഞാൻ സെഷൻ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരാറുണ്ട്, എനിക്ക് എപ്പോഴും ടോയ്ലറ്റ് പോകാൻ തോന്നാറുണ്ട്, ടോയ്ലറ്റ് പോകും, അതുകൊണ്ട് ഈ ആൾ എപ്പോഴും ലേറ്റ് ആയിട്ട് വരും. അപ്പം ഒരു തവണ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ ആൾ പറഞ്ഞു, എനിക്കറിയില്ല സെഷനിൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, അപ്പൊ എന്റെ ബോഡി അലേർട്ട് ആവുന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം സെഷൻസ് തുടങ്ങുന്ന സമയത്ത് മിക്കവാറും ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇന്ന് നമ്മൾ ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് ചെയ്തപ്പോഴേക്കും ആൾ പിന്നെ കാമായി, ആളുടെ ബോഡി ഒന്നുകൂടെ ഓക്കെ ആയി. അപ്പൊ പിന്നെ പിൽക്കാലത്ത് ആൾ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ആൾക്ക് കാമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ എംപവർമെന്റ്. അപ്പം ഈ കണ്ടിന്യൂസ് ട്രോമ അനുഭവിക്കുന്ന ആള് ഹെൽപ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക, ആളുടെ ഈഗോ ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ അവിടെ ഈഗോ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ളത് വേറെ തന്നെ തെറാപ്യൂട്ടിക് പ്രോസസ്സാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, ആൾ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, ആളെ പ്രധാനപ്പെട്ട മനുഷ്യനായിട്ട് കണക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ കൾച്ചറൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ജെൻഡർ ഇഷ്യൂസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഹിസ്റ്ററി എന്താണ്, അവര് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഭാഗമാണോ, അവർ വ്യത്യസ്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ, ഇതിലൊക്കെ സെൻസിറ്റീവ് ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു മിലിറ്ററി ഓഫീസർ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരാൾ ചോദിച്ചൊരു കാര്യം, അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ജോലിയൊക്കെ ചെയ്യുന്നതാണ്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷനിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വരുമോ, നിങ്ങൾ ഇതൊക്കെ കടന്നു പോവോ? അപ്പൊ ആൾ പറയാം, നമ്മൾ ആകെ പെട്ടുപോയി. എന്തൊരു ചോദ്യം അത്! അപ്പൊ തന്നെ അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യാണ്, സേഫ്റ്റി ഇല്ല. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയില്ല, ഞാൻ സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യന്റെ കൾച്ചറൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും സെൻസിറ്റീവ് ആവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നമ്മൾ ട്രോമ ഇൻഫോംഡ് പ്രാക്ടീസ് ആണ് ഒരു പരിധിവരെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇതിലൊരു കാര്യമുള്ളത്, ഈ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറമെ അതിന് ബ്രൂസ്ബറി പറയുന്ന ടേം തെറാപ്യൂട്ടിക് വെബ് എന്നാണ്. തെറാപ്യൂട്ടിക് വെബ് മനുഷ്യന് ആവശ്യമാണ്. പുറമെ പോയി കഴിഞ്ഞാലും ഈ മാവോരി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് ന്യൂസിലാൻഡിൽ. പാർലമെന്റിൽ കയറിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ശബ്ദങ്ങൾ കാണിച്ചിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു വനിത ഉണ്ടായിരുന്നു. അവർ മാവോരി കമ്മ്യൂണിറ്റിയിലാണ്. അവരുടെ ഹീലിംഗ് മാസ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കണക്ഷൻ ഈസ് ഡിസീസ്. ആളുകൾക്ക് വേണ്ടത് കണക്ഷൻ ആണ്, അതോടൊപ്പം തന്നെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പം എൻ്റെ ഒരു ക്ലിനിക്കൽ സൂപ്പർവൈസർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആൾ പറഞ്ഞൊരു കാര്യം, ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ വേണ്ടത് ഒരു റൈറ്റ് പേഴ്സന്റെ പ്രസൻസ് ആണ്. ഒരു റൈറ്റ് പേഴ്സന്റെ പ്രസൻസ് ഒരു വ്യക്തിയെ ഹീൽ ചെയ്യും, ഒരു വ്യക്തിയെ അട്ടിമുട്ടി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ കഥകളിലും നോവലുകളിലും വായിക്കുന്നത്, ഇന്ന ആളെ കണ്ടു, ആ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ഇന്ന വ്യക്തിയെ കണ്ടു, ആ കണ്ടതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ പോലും കാണാത്ത എന്നെ എനിക്ക് കാണാൻ വേണ്ടി സാധ്യമായി. താങ്ക് യു. സമയം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയമാണ്, ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം എന്നെങ്കിലും നമ്മൾ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ട്രോമ ഇൻഫോംഡ് പ്രാക്ടീസുകളുടെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കൂ. പ്രത്യേകിച്ചും ഈ പുസ്തകം ദ ബോയ് ഹു വാസ് റേസ്ഡ് ആസ് എ ഡോഗ്, ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതിനേക്കാൾ ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ ഈ പുസ്തകമായിരിക്കും വാട്ട് ഹാപ്പൻ ടു എന്ന പുസ്തകമായിരിക്കും. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ പഠിക്കുന്ന കോളേജുകളെ ട്രോമ ഇൻഫോംഡ് കോളേജാക്കി മാറ്റുക, നമ്മുടെ ഇടങ്ങൾ ട്രോമ ഇൻഫോംഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്, ആസ് എ സൈക്കോളജി പ്രാക്ടീഷണർ നമ്മൾ ചെയ്യേണ്ടത്. ഞാനും നിങ്ങളൊക്കെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, ട്രോമ ഇൻഫോംഡ് ആയിട്ട് നമ്മുടെ
അവർക്ക് വന്നിക്കുന്ന, അവർക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സേഫ് ആ ഡിപ്പാർട്ട്മെന്റ് കാലഘട്ടം തന്നെ ഈ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആളുകളെ കുറെ കൂടെ എംപവർ ചെയ്യുകയും അവർ ആ ട്രോമ ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം കൂടെ പറയണമെന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരു പ്രശ്നവും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയും ബുദ്ധിമുട്ടുള്ളയും നിത്യമായ സംഘർഷത്തിലൂടെ കടന്നു പോവുകയും വൈകുന്നേരം നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയും ആ ചായയുടെ ഇടയിലുള്ള സംഭാഷണത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളെ വളരെ ആഴത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും ആ ചായ കുടിച്ച് കഴിയുന്നതിനിടയിൽ എപ്പോഴും ഈ ആത്മസംഘർഷങ്ങളൊക്കെ പറയുകയും നിങ്ങൾ കരയുകയും ചെയ്യുകയും ആ കരഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ നോക്കി വളരെ വ്യസനത്തോടു കൂടി വേദനയോടുകൂടി നോക്കി നിൽക്കുകയും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഫീൽ ഉണ്ടാവുകയൊക്കെ ചെയ്ത് അവസാനം ഈ ചായ മദ്യത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു തമാശ പറയുന്നു. ആ തമാശ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും വീണ്ടും ഒരു പ്രയാസവും പ്രശ്നവും നിങ്ങളുടെ സുഹൃത്ത് വീണ്ടും പറയുന്നു. നിങ്ങൾ വീണ്ടും അതിനെ കേട്ട് ഈ ചായ അവസാനിക്കുന്ന സമയത്ത് വേറൊരു തമാശ നിങ്ങൾ വീണ്ടും പറയുന്നു. അങ്ങനെ ഈ തമാശകളും ഈ സംഘർഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഹീലിംഗ് ആണ്. ഹീലിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരു തെറാപ്പി റൂമിൽ മാത്രം സംഭവിക്കേണ്ട, ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല ഹീലിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. Thank you for your presence. Thank you so much, sir. It was a very insightful and informative session. So we are heading towards the end of the session. പക്ഷെ ഒരു 5 മിനിറ്റ് കൂടി നമുക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. സർ ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫഹ്മിദ ഡൗട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. CBTയും ട്രോമ ഇൻഫോംഡ് അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ്, CBT ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനാണ്, ട്രോമ ഒരു ലെൻസാണ്. അതായത് ആ CBTയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നുണ്ടാകാം, അതേപോലെ തന്നെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാകാം, നെഗറ്റീവ് കോർ ബിലീഫിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാകാം. എന്നിട്ട് ആ വ്യക്തിയുടെ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് CBT ചെയ്യുന്നുണ്ടാവുക. ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് അത് കരുതിയിട്ട് അതിന് എഫക്റ്റീവ്നെസ് ഇല്ല എന്നല്ല, അതിന് എഫക്റ്റീവ്നെസ് ഉണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ലെൻസാണ്. ആ ലെൻസ് വെച്ചിട്ട് നമുക്ക് CBT പ്രാക്ടീസ് ചെയ്യാം. ആ ലെൻസ് എന്താണ്? നമ്മൾ പെട്ടെന്ന് ലേബലിംഗിലേക്ക് പോകുന്നില്ല, ഉടനെ ഡയഗ്നോസിസിലേക്ക് പോകുന്നില്ല, മറിച്ച് നമ്മൾ എവിടേക്ക് പോകുന്നു? ആളുടെ കുട്ടിക്കാലത്തേക്ക് പോകുന്നു, ആളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു, ആളുടെ ഡീപ്പർ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അണ്ടർലൈങ് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ആൾ ബിഹേവ് ചെയ്യുന്നത്? ഇങ്ങനെ നോൺ ജഡ്ജ്മെന്റലായിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാനും കാണാൻ പറ്റുമ്പോഴാണ് ട്രോമ ഇൻഫോംഡ് ആകുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രോമ ഇൻഫോംഡ് ആകുന്നത്. ട്രോമയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CBT മാത്രമല്ല, കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ഒരു മൊഡാലിറ്റിയാണ്. അതുപോലെ തന്നെ ഉള്ളത് EFT, ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി ഉണ്ട്, ഹിപ്നോസിസ് വർക്ക് ആകാം. പിന്നെ ഉള്ളത് EMDR ആണ്, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിങ്, പെട്ടെന്ന് വർക്ക് ആകും. അതേപോലെ തന്നെ AEDP ആണ്, ആക്സലറേറ്റഡ് എക്സ്പീരിയൻഷ്യൽ ഡൈനാമിക് സൈക്കോതെറാപ്പിയും വർക്ക് ആകും. പെട്ടെന്ന് നമുക്ക് ഈ ട്രോമയെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഹീൽ ചെയ്യാൻ സാധ്യമാണെന്നുള്ളത് ഞാൻ എന്നെ വിശ്വസിച്ച് പറയുന്നതല്ല കേട്ടോ. നമ്മുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്റെ ബ്രെയിൻ അത്രയും കപ്പാസിറ്റിയുള്ള ബ്രെയിനാണ്. അസാമാന്യമായ അസാധാരണമായ കപ്പാസിറ്റിയുള്ള ബ്രെയിനാണ് നമുക്കൊക്കെ ഉള്ളത്. അതിനെ മറികടക്കാൻ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് ഓഫ് തെറാപ്പി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ യാലോം പറയുന്നുണ്ട്, നിങ്ങൾ ഫെല്ലോ ട്രാവലേഴ്സ് ആണ്, നിങ്ങൾ വലിയ മനുഷ്യനെന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇരുൾ മൂടിക്കിടക്കുന്ന, കാർമേഘം മൂടിയിട്ട് കാണാൻ വേണ്ടി പറ്റാത്ത, നിരന്തരമായിട്ട് ഇങ്ങനെ വെളിച്ചമില്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്നു. ഫെല്ലോ ട്രാവലേഴ്സ് ആണ്. എന്നിട്ട് ആൾക്ക് വെളിച്ചം കണ്ടെത്തുന്ന മൊമെന്റിൽ നിങ്ങൾ നിങ്ങളുടെ യാത്രയെ പിൻവാങ്ങുന്നു, ആളൊറ്റയ്ക്ക് യാത്ര തുടരുകയും ചെയ്യുന്നു. ടൈപ്പ് 1 ട്രോമയും ടൈപ്പ് 2 ട്രോമയും ഒരേപോലെ ഒരു വ്യക്തിയിൽ വരാം. ടൈപ്പ് 1 ട്രോമ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സഡൻ ഇൻസിഡന്റ് ആണ്. അത് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള, ഭയങ്കര ത്രെട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള, ഇൻട്രൂസീവ് ആയിട്ടുള്ള മെമ്മറീസ് വരുന്ന, ഡിസോസിയേറ്റീവ് സിംറ്റംസ് ഉണ്ടാകുന്ന, അവോയ്ഡൻസ് ഉണ്ടാകുന്ന, അതായത് പിന്നെ ആ മൊമെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ടൈപ്പ് 1 ട്രോമയാണ്. രണ്ടും ഒരുമിച്ച് വരാം. കൂടുതലായിട്ട് കെയർ ആവശ്യമുണ്ട്. ഞാൻ ഈ സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഇൻവോൾവ് ചെയ്ത് കേൾക്കുന്നതിന് നിങ്ങളുടെ ബോഡിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഹെവി ആയിട്ടുള്ള ഡിസ്കഷൻസ് അല്ലേ.
സാർ ചൈൽഡ്ഹുഡിൽ ഫാമിലി സാറിന് വിളിക്കണമെന്നില്ല, ആസിഫ് എന്ന് വിളിക്കുന്നത് കംഫർട്ടബിൾ. ഫാമിലിയിൽ നിന്ന് നെഗ്ലക്റ്റഡ് ആയ ഒരു കുട്ടിക്ക് അഡൽട്ടിലായ ടൈമിലും ആ ട്രോമ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ പാരൻസ് പ്രസന്റിൽ സപ്പോർട്ട് ചെയ്താലും കുട്ടി ഓക്കെ ആവില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? പാരൻസ് അത് ഐഡന്റിഫൈ ചെയ്ത്, അത് പാരന്റൽ സപ്പോർട്ട് മാത്രമല്ല വേണ്ടത്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസും കൂടെ ആവശ്യമുണ്ട്. അവിടെ തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട്. പാരന്റൽ സപ്പോർട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, അത് അവോയ്ഡൻസിലേക്ക് പോകും. നിങ്ങൾ ആ കാലഘട്ടത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാം. അപ്പൊ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ആവശ്യമുണ്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിക്കാലത്ത് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അഡൽട്ടിൽ സാധ്യമാണ്. അഡൽട്ടിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് സാധ്യമാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആകുന്നു, ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പഴയ സാധനങ്ങളൊക്കെ ഫീഡ് ആവും. അത് പിന്നെ അവിടെ നിൽക്കില്ല. ഒരു 4-5 വർഷം പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ആള് കാമാവും, ആൾക്ക് പിന്നെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഇമോഷൻസ് ആൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. ഹൗ ഡസ് സൈക്കോളജിക്കൽ ട്രോമ അഫക്ട് എ പേഴ്സൺസ് ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ഇൻ ലോങ് ടേം? അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാമിക, സൈക്കോളജിക്കൽ ട്രോമ ഇമോഷൻസ് എഫക്ട് ചെയ്ത് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇമോഷൻസ് നമുക്ക് ഡൗട്ട് വരും, സെൽഫ് ഹാമിങ്ങിലേക്ക് നമ്മൾ പോകും, ഇമ്പൾസിവിറ്റി വന്നേക്കാം, ബിഹേവിയറിൽ നമുക്ക് ഈ ഡിസിഷൻസ് മേക്കിങ്ങിലും എനിക്ക് ഓരോ വ്യക്തികളിലും വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പെർഫെക്ഷനിസത്തിലേക്ക് വന്നേക്കാം, ചില ആൾക്കാർ ഓവറായിട്ട് ദേഷ്യം പിടിക്കുന്ന രീതിയിലേക്ക് വന്നേക്കാം, ചില ആൾക്കാർ പ്ലീസിങ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് വന്നേക്കാം. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടായേക്കാം. ഇമോഷൻസിൽ നോക്കുമ്പോഴേക്കും ഈ ഡിസ്റെഗുലേഷൻ ആണ്, പെട്ടെന്ന് എഫക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ ഇത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 1 കിട്ടിയാൽ മതി, നമുക്ക് 10 എഫക്ട് ചെയ്യും, നമുക്ക് 10 ഫീൽ. നമ്മൾ 9 നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്, പിന്നെ ഒരൊറ്റ സ്റ്റിമുലേ വരുമ്പോഴേക്കും നമുക്കത് 10 ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇമോഷൻസിലേക്ക് നമുക്ക് പോകും. അനാമിക, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം ബിൽഡിംഗ് ദ ഗ്രൗണ്ട് എന്നൊരു പുസ്തകമുണ്ട്, നല്ല പുസ്തകമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണേ, ഞാൻ പുസ്തകം അയക്കാം. ഒരു വ്യക്തിക്ക് ചെറിയ സാഡ് ഇമോഷൻസ് ഉണ്ടാകുമ്പോഴേക്ക് ബോഡി പെയിൻ, ചെസ്റ്റ് ടൈറ്റ്നെസ്, വേർഡ്സ് പ്രൊസീജിയർ ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടും ത്രോട്ടും, ഷിബില, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. മേ ബി സംതിങ് ഈസ് ദർ, മേ ബി. താങ്ക് യു. അതത് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. താങ്ക് യു ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ്. ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് പുതിയ കാലത്തെ അപ്രോച്ച് തന്നെയാണ്. ഇതൊരു ഹ്യൂമനിസ്റ്റിക്, ഈ കാൾ റോജേഴ്സിന്റെ ഒക്കെ അപ്രോച്ചിന്റെ ഒരു അഡ്വാൻസ് മോഡലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എബ്രഹാം മാസ്ലോയുടെ ഒക്കെ അപ്രോച്ച് ഉണ്ടല്ലോ. ഞാൻ പറയാം, ഈ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള മനുഷ്യന്മാരും ഡീപ്പ് ലെവലിൽ സ്പിരിച്വൽ ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ കുറെ കൂടെ ട്രോമ ഇൻഫോംഡ് ആയിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അവര് കുറെ കൂടെ മനുഷ്യന്മാർ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കമ്പാഷനേറ്റ് ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിൽ തെറാപ്പിസ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ടൂൾ. നമ്മുടെ പ്രസൻസ് ടൂളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും ടൂൾസും ഒന്നും അല്ല. സൂപ്പർവൈസേഴ്സ് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങളാണ് ടൂള്, നിങ്ങളുടെ പ്രസൻസ് ആണ് ടൂള്. Can healing completely remove pain or can a person still feel it? ഇല്ലടാ, അവിടെ മെമ്മറീസ് അവിടെ ഉണ്ടാവും, പക്ഷെ മെമ്മറീസ് എഫക്ട് ചെയ്യുന്നത് നഷ്ടപ്പെടും. മെമ്മറി ഇപ്പൊ വൺസ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അബ്യൂസ് ഉണ്ടായി, ആ അബ്യൂസിന്റെ മെമ്മറി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്, ബുദ്ധിമുട്ടിക്കുന്ന സിംറ്റംസ് ഉണ്ട്. വൺസ് ആ മെമ്മറി പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ ആ മെമ്മറി നമുക്ക് ഓർക്കുമ്പോൾ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. നമ്മൾ അതിന് പുതിയ മീനിങ് കണ്ടെത്തും. എന്ന് പറയാം പോസ്റ്റ് ട്രോമാറ്റിക് വിസ്ഡം എന്ന് പറഞ്ഞ ടേം ഉണ്ട്. വൺസ് അതിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവം? ഈ പ്രോസസ് ചെയ്യാനാണ് EMDR പോലെയുള്ള EFT പോലെയുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വ്യത്യസ്ത അർത്ഥം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഇവന്റിനെ കുറിച്ച്. ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് കോഴ്സസ് എടുക്കാൻ വേണ്ടി സാധ്യത. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളത്, നിങ്ങൾ PG ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നത് നന്നാവും. PG ഒക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കുറെ കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രോമ ഇൻഫോംഡ് അപ്രോച്ചിൽ. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം വി വാട്ട് ഹാപ്പൻ ടു യു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണ്.
നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചു തീർക്കാൻ വേണ്ടി പറ്റുന്നു. ഇതൊരു കോൺവേഴ്സേഷൻ ആണ്. ബ്രൂസ് പെറിയും ഒഫ്ര വിൻഫ്രേ എന്ന് പറഞ്ഞുള്ള രണ്ടുപേരും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആണ്. അതിൽ കുറെ ഡയഗ്രാംസും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഈ സൈക്കോളജിയിൽ ഞാൻ വായിച്ചത് എനിക്ക് എളുപ്പം വായിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നാൾ ഈ ഒരു അപ്രോച്ച് ഇല്ലാത്തത് ക്ലയന്റിന്റെ റിക്കവറിയിലൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടാകില്ല, എഫക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഈ ഞാൻ പറഞ്ഞു ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് ഇങ്ങനെ ലേബിൾ ചെയ്യാതെ, അതായത് ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ തന്നെ പല ആളുകളും പല തെറാപ്പിസ്റ്റുകളും ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാൾ റോജേഴ്സിനെ പോലുള്ള എബ്രഹാം മാസ്ലോനെ പോലുള്ള ആൾക്കാരൊക്കെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് മാസ്റ്റേഴ്സും അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിനൊരു എസ്റ്റാബ്ലിഷ് ടേമും അത് കുറെ കൂടെ പഠിക്കാനും ട്രോമറ്റോളജി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ചൈൽഡിൽ ഇപ്പോഴും ആൽക്കഹോൾ അബ്യൂസ് നേരിട്ട ഒരു കുട്ടി ഫ്യൂച്ചറിൽ ആ പേഴ്സൺ ആംഗ്രി ഫീലിങ്സും അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് കാണിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായില്ല. സാറിനോട് പേഴ്സണലി സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ ഫാമിദ, സംസാരിക്കാമല്ലോ. എൻ്റെ നമ്പർ ഗ്രൂപ്പിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള നെഫ്ലിനോടൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. ചൈൽഡ്ഹുഡിൽ എപ്പോഴും ആൽക്കഹോൾ അബ്യൂസ് നേരിട്ട ഒരു കുട്ടി ഫ്യൂച്ചറിൽ ആ പേഴ്സൺ ആംഗ്രി ഫീലിങ്സും അറ്റാച്ച്മെന്റ് ഇഷ്യൂസും കാണിക്കുന്നത് ഒരു എക്സ്പീരിയൻസ്. അതെ 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 യെസ്. അതായത് ചൈൽഡ്ഹുഡിൽ എപ്പോഴും അബ്യൂസ് ഉണ്ടാകുമ്പോൾ, അബ്യൂസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടാകുമ്പോൾ പിൽക്കാലത്ത് ദേഷ്യം ഉണ്ടാകുന്ന ഒരാളായിരിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അൺസേഫ് ആയിട്ടുള്ള ഫീലിംഗ് ആണല്ലോ. ആ അൺസേഫ് ആയിട്ടുള്ള ഫീലിംഗ് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്, സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കാം പിന്നെ പിൽക്കാലത്ത് ആംഗ്രി ആയിട്ട് മാറിയിട്ടുണ്ടാവുക. പിന്നെ ഈ ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിലൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പ്രോപ്പർ അറ്റാച്ച്മെന്റ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അത് പിൽക്കാലത്ത് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തേക്കാം. ഹലോ സർ. ഫസ്റ്റ് ടൈം ട്രോമാറ്റിക് ഫാത്തിമ. സർ, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ, അതായത് ആൽക്കഹോളിന്റെ ആ കാര്യം പറഞ്ഞല്ലോ. അപ്പോ അതേ സമയത്ത് ഈ ഇപ്പൊ ഫാദർ ആണ് ഇങ്ങനത്തെ ഒരു അബ്യൂസും ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുന്നത്, മദറിനെ ഇതാക്കി ഇടങ്ങാറാക്കും. പക്ഷെ കുട്ടികളൊന്നും ചെയ്യില്ല. പക്ഷെങ്കിൽ കുട്ടികൾ ആ ഒരു ട്രോമ കണ്ട് വളർന്ന കുട്ടിയാണ്. അതേ സമയത്ത് പാരന്റ് രണ്ടാൾക്കാരും കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതായത് ചില സമയത്ത് ഒരു കുട്ടിക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കും, ചില ആൾക്ക് പ്രയോറിറ്റി കൊടുക്കൂല. അങ്ങനത്തെ ഇഷ്യൂ ഇല്ലാവുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്താ പറയാ അറ്റാച്ച്മെന്റിന്റെ ഇഷ്യൂസ് എല്ലാം വരും. അതെ 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 അതെ. അവിടെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണല്ലോ. അതായത് ആ സമയത്തൊന്നും കെയർ ഗീവർ മീൻസ് കെയർ കിട്ടിയിട്ടില്ല, രണ്ടുപേരും കെയർ കൊടുക്കുന്നില്ല, ഉറപ്പായിട്ടും അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ. അതായത് എപ്പോഴും ഒരു സപ്പോർട്ടിന് പകരം ഇവർ ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നത്, എത്ര നല്ല മാർക്ക് കിട്ടിയാലും എത്ര ഒരു നല്ല പെർഫോമൻസ് ചെയ്താലും, അതായത് അവരൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി കളിക്കുന്നുണ്ടെങ്കിലും അവര് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഈ ഒരു കെയർ കൊടുക്കുന്നില്ലാണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവൂല എന്തായാലും. ഉറപ്പായിട്ടും. കാരണം എന്താണെന്നറിയോ ഫാത്തിമ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നെർവസ് സിസ്റ്റം അലേർട്ട് ആകും, അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ അറ്റാച്ച്മെന്റിൽ തന്നെ ഒന്നെങ്കിൽ ആൻഷ്യസിലേക്ക് പോകും, അല്ലെങ്കിൽ അവോയ്ഡന്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടൊരു അറ്റാച്ച്മെന്റ് വന്നേക്കാം. അത് നമ്മളെ വ്യത്യസ്ത രീതിയിൽ എഫക്ട് ചെയ്യും. ഫസ്റ്റ് ടൈം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നത് ചൈൽഡ്ഹുഡിൽ മാത്രമായിരിക്കും. അല്ലല്ല, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡ് ഇമ്പാക്ട് ഭീകരമാണ്. ചൈൽഡ്ഹുഡിന്റെ എക്സ്പീരിയൻസ് വളരെ ഭീകരമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഈ ബ്രെയിനിന്റെ ഫങ്ഷണൽ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യുന്ന ആ സമയം ആയതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരു കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒരു അഡൾട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ ഈ പ്രായത്തിൽ തന്നെ ഒരാൾ വിളിക്കുകയാണ്, മുടിയൊന്നും ഇല്ലല്ലോ, കഷണ്ടി ആയല്ലോ, എന്താ എന്റെ കോലം തന്നെ, ഞാൻ പോയി പണി വെക്കാൻ വേണ്ടി പറയും. പക്ഷെ അത് എന്റെ കുട്ടിക്കാലത്താണ് മുടിയില്ലാത്തത് പറയുന്നെങ്കിൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം അതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. കാരണം എനിക്ക് റീസൺ ചെയ്യാനോ എന്റെ ബ്രെയിനൊന്നും ഫങ്ഷണൽ ആയിട്ടില്ല. അപ്പൊ ഇമ്പാക്ട് കൂടുതൽ ചൈൽഡ്ഹുഡാണ്. അതുകൊണ്ട് ചൈൽഡ്ഹുഡാണ് ഏറ്റവും അധികം കെയർ ചെയ്യപ്പെടേണ്ട സമയം ചൈൽഡ്ഹുഡാണ്. പക്ഷെ നമുക്ക് അഡൾട്ടിലും റീവർക്ക് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ അടിച്ച ആ കേസൊക്കെ ആ കുട്ടി ഉറങ്ങാറുണ്ടായിരുന്നില്ല, കുറെ കാലങ്ങളായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നില്ല. തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ കുട്ടി ഉറങ്ങി തുടങ്ങി. ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഫിയർ, ആങ്കർ, സൈലൻസിലൊക്കെ എന്താണ് ട്രോമയുടെ കോമൺ റെസ്പോൺസ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഫിയർ, ആങ്കർ, സൈലൻസിലൊക്കെ എന്താണ് ട്രോമയുടെ? അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ആളൊന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നേ.
Sir, how much care should we take in approaching and treating others who are suffering from trauma? See, ഇത്രേ ഉള്ളൂ. ഈ ഒറ്റ സാധനമാണ്, ആർ യു ദെയർ ഫോർ മീ. ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നോൺ ജഡ്ജ്മെന്റാലിറ്റിയും അതേപോലെ തന്നെ കമ്പാഷനും കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ആൾ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യൽ ആവശ്യമാണ് എന്ന രീതിയിൽ നോൺ ജഡ്ജ്മെന്റിലായിട്ട് അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന തന്നെ ആൾക്ക് ഹീലിംഗ് ഉണ്ടാക്കും. അതെ, ഈ വേറൊരു കാര്യം, നമുക്കും ബേൺ ഔട്ട് ഉണ്ടാകും. നമ്മളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എളുപ്പമല്ല. ഈ ട്രോമ ഇൻഫോംഡ് അപ്രോച്ച് പ്രാക്ടീസ് ചെയ്യലും ട്രോമ ഫോക്കസ് തെറാപ്പി ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് തന്നെ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ശരിയാക്കേണ്ട, നമ്മളിൽ വർക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ ആർ യു ദെയർ ഫോർ മീ, അല്ലെങ്കിൽ ഈ ആക്സസബിൾ ആകാൻ വേണ്ടി പറ്റുക, റെസ്പോൺസീവ് ആകാൻ വേണ്ടി പറ്റുക, ഇമോഷണലി എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇതിൽ നമ്മൾ എപ്പോഴും ഉണ്ട് എങ്കിൽ ആൾ ഹീൽ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. Thank you, Shaina, for asking that. Just curious, ട്രോമയിലൂടെ കിടന്നു പോവാത്ത മനുഷ്യന്മാരുണ്ടാവും. അസർട്ടീവ്, കോൺഫിഡന്റ് അഡൾട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. സക്സസ്ഫുൾ, ആയിഷ സക്സസ്ഫുൾ അറ്റാച്ച്മെന്റ് അല്ല, സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ആൻഡ് ചൈൽഡ്ഹുഡ് ഒക്കെ ആയതുകൊണ്ടാണ് പറഞ്ഞില്ലേ. ദാറ്റ് പേഴ്സൺ കുഡ് സ്റ്റിൽ ബി ബ്രോക്കൺ, റൈറ്റ്? ഓൾസോ സൈക്കോളജി ഇൻഫോംഡ് പീപ്പിൾ നമ്മൾ കേൾക്കുന്നതാണ്. പീപ്പിൾ ത്രോയിങ് ദ ടേം ട്രോമ കെയർലെസ്ലി. അവിടെ എന്താണ് നമ്മളെ സ്റ്റാൻസ്? IYK, അതെനിക്ക് മനസ്സിലായി. ലൈക്ക് is there a scale for suffering where we measure trauma മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലുകൾ അവൈലബിൾ ആണ്. അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിലുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ചിന്ത നല്ലതാണ് കേട്ടോ. ഇതിലൊരു കാര്യമുള്ളത്, പലപ്പോഴും നമ്മൾ എല്ലാത്തിനും ട്രോമയായിട്ട് മാറ്റാറുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് കിട്ടാത്ത ആൾക്കാരും കോൺഫിഡന്റ് ആകാം. അവർ ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവർ ഉള്ളിൽ സൈക്കോളജിക്കൽ സഫറിങ് വേറെ എന്തെങ്കിലും രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും. സെക്യൂർഡ് അറ്റാച്ച്മെന്റിൽ കിട്ടിയ ഒരാൾ എപ്പോഴും റെസിലിയന്റ് ആകും, എപ്പോഴും എംപത്തറ്റിക് ആകും, എപ്പോഴും അസർട്ടീവ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഈ തെറാപ്പി കിട്ടണം എന്നുള്ള നിർബന്ധം ഉണ്ടാവണമെന്നില്ല. ഒരു നല്ല വ്യക്തിയിലൂടെ നമ്മൾ കടന്നു പോവുകയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആൾ അസർട്ടീവായിട്ട് വന്നേക്കാം. നല്ല ഗുരുവിന്റെ സാന്നിധ്യം ആൾ അസർട്ടീവ്നെസ്സിലേക്ക് വന്നേക്കാം, എംപത്തറ്റിക് ആയിട്ട് വന്നേക്കാം, റെസിലിയന്റ് ആയിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പൊ ഈ ട്രോമ, അതായത് ഈ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരൊക്കെ ട്രോമ ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. മറിച്ച് കോൺഫിഡൻസ് അല്ല ഇതിന്റെ ഒരു സൂചന, അസർട്ടീവ് ആണ് എന്നുള്ളതല്ല ഇതിന്റെ സൂചന. പറയാൻ ശ്രമിച്ചൊരു കാര്യം, സെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അവർ റെസിലിയന്റ് ആകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് റിസ്ക് ടേക്കിങ്ങിനുള്ള സാധ്യത തുറന്നു നൽകുന്നത്. അപ്പൊ നിങ്ങൾ ഏതിലും നോക്കും, അതിപ്പോ നമുക്ക് കാണാൻ പറ്റാത്ത പല സാധനങ്ങളും കിടപ്പുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അത് പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ടാവാം. പിൽക്കാലത്ത് വേറെ രീതിയിൽ ആൾ കുട്ടിയത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം, അഡൾട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പം ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. പല ആൾക്കാരും റിലീജിയസ്ലി ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതൊരു അറ്റാച്ച്മെന്റ് ആണ്, സ്ട്രോങ് അറ്റാച്ച്മെന്റ് ആണ് അത്. അല്ലെ, പ്രവാചകന്മാരുടെ ഒക്കെ കൂടെ ഈ അപ്പോസ്തലന്മാരും ഈ സഹാബാക്കൾ എന്നൊക്കെ പറയുന്നവരൊക്കെ കുറെ റിസ്ക് എടുത്തിക്കണല്ലോ. അവിടെയൊക്കെ അറ്റാച്ച്മെന്റ് കാണാൻ വേണ്ടി പറ്റും. അത് വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ട്രോമനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അറ്റാച്ച്മെന്റ് ബേസ്ഡ് സൈക്കോതെറാപ്പി ആണെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലുകളുണ്ട് കേട്ടോ. ഒരാളുടെ സ്ട്രെസ് ലെവൽ മെഷർ ചെയ്യാൻ കഴിയുമോ, സ്ട്രെസ് ലെവൽ മെഷർ ചെയ്യാനുള്ള ഇതുണ്ട്, സ്കെയിലുകൾ അവൈലബിൾ ആണ്. പക്ഷെ അത് സബ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ടാകും. പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ബിൽഡ് ചെയ്ത് വരാന്നുള്ളതാണ്. ഒരാളുടെ ബോഡി അനലൈസ് ചെയ്തിട്ട് ആൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. എനിക്കൊന്നും ഈ വാച്ചുകളൊക്കെ ഉണ്ട്, പക്ഷെ അത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് ഉള്ളത് അറിയാൻ പറ്റിയിട്ടില്ല. അത് സയന്റിഫിക്കലി ഇപ്പം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ക്ലിനിക്കിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ടൂളുകൾ അവൈലബിൾ ആണ്. പാരന്റ്സ് ഓർ എൽഡേഴ്സ് ഓൾസോ അവർക്ക് കിട്ടിയ ട്രോമ ബേസ്ഡ് ആയിട്ട് ആയിരിക്കൂലേ ഇതുപോലത്തെ മിസ്റ്റേക്സ് കുട്ടികൾക്ക് വരുത്തുന്നത്? ഉറപ്പായിട്ടും. നമ്മൾ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഇൻഫോംഡ് ആയി, നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു. ആ ട്രാൻസ് ജനറേഷൻ ട്രോമനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇനി വരും കാലത്ത് കുറെ കൂടെ ഭംഗിയുള്ള റെസിലിയന്റ് ആയിട്ടുള്ള, ഇപ്പം ഭംഗിയുള്ള മനുഷ്യന്മാരുണ്ട്, സംശയമില്ല, പക്ഷെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറെ കൂടെ സൈക്കോളജിക്കലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായി വരിക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ സോൾവ് ചെയ്യുക? ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ? സി, ഈ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഡൽട്ട് ആയിട്ടുള്ള 25 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരന്റ്സിനും കൂടെ ഇന്റർവെൻഷൻസിന്റെ ഭാഗമാക്കേണ്ടി വരും. ഇപ്പൊ 18-25 വയസ്സുള്ള ഒരാളാണെങ്കിൽ പാരന്റ്സിന് മാറ്റാൻ കഴിയില്ല. മറിച്ച് നമ്മൾ ആ ആളെ ഈഗോ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പ്രശ്നം വലുതാവുന്നതിന് പകരം ഈ പ്രശ്നത്തെക്കാൾ വലുതാണ് ഞാൻ എന്ന രീതിയിലേക്ക് ഈ വ്യക്തി വളരുകയാണ് വേണ്ടത്. അതാണ് തെറാപ്പിയിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഐ ക്യാൻ മാനേജ് ദിസ്. ഒരു കുട്ടിയുടെ ഡയറി ഇങ്ങനെ ആയിരുന്നു. ആ കുട്ടി എഴുതിയിരിക്കുന്ന കാര്യം, ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരാളെ നിങ്ങൾ എപ്പോഴാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് ആളുടെ പ്രശ്നങ്ങളെക്കാൾ ആള് വലുതായി എന്ന് ആൾക്ക് തോന്നുമ്പോൾ മാത്രമാണ്. അങ്ങനെ ആള് വലുതാക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് പിന്നെ പാരന്റ്സിലേക്ക് നമുക്ക് തീരേണ്ടതായിട്ടില്ല. സോ വൺ വേ ഓർ ഇൻ അതർ വേ അറ്റാച്ച്ഡ് ആവാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഒരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. ഈ ഇമോഷണൽ ഡിപ്പെൻഡൻസ്, അതായത് നോർമൽ ലെവലിലുള്ള ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. അതിന് ടേം പറയുന്നത് എനിക്കിത് പെട്ടെന്ന് കിട്ടുന്നില്ല. മനുഷ്യൻ ബോണ്ടിങ് സോഷ്യൽ മാമലാണ്. ബോണ്ടിങ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ വളരെ ക്യൂരിയസ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും കണക്ഷൻസ് ആവശ്യമാണ്. കണക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യത. ഒരു ഒറ്റ റിസർച്ച് ഇതുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ലോൺലിനെസ്സുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തി. ആ ലോൺലിനെസ്സിന് ആള് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോൺലിനെസ് ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലോങ് കുറവാണ്, ജീവിച്ചിരിക്കില്ല അധികം. അപ്പൊ എന്നിട്ട് ആള് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടേം ഉണ്ട്. ആള് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്, ചുമ്മാ തള്ളിവിടുന്ന ആളല്ല. ആള് പറയുന്ന കാര്യമുണ്ട്, ഒരു വ്യക്തി ലോൺലിനെസ് അനുഭവിക്കുമ്പോൾ, നിരന്തരമായി ലോൺലിനെസ് അനുഭവിക്കുമ്പോൾ ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന്റെ അത്ര എഫക്റ്റ് ആണ് ആളുടെ ബോഡിക്ക്. 15 സിഗരറ്റ്. നമ്മൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടാണോ ഫിയർ, ആങ്കർ ഒക്കെ ഉള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവെൻഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്തൊരു പുസ്തകം ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഡിപ്രഷൻ എന്നൊരു പുസ്തകം നല്ലതാണ്. എക്സ്ട്രീം സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്തവരുടെ ഹൈപ്പർ അലോസർ ബിഹേവിയർ ഉറപ്പായിട്ടും ചേഞ്ച് ആക്കാൻ പറ്റൂടാ. ഉറപ്പായിട്ടും ചേഞ്ച് ആക്കാൻ പറ്റും. ഇത് ഞാൻ ഈ ഉറപ്പ് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാം, ബ്രെയിനിന്റെ കപ്പാസിറ്റിയിലുകൊണ്ടാണ്. ഇറ്റ് ഈസ് എന്റെ എബിലിറ്റിയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ്. ഒരു വ്യക്തി തനിക്ക് ട്രോമ ഉണ്ടെന്ന് പറഞ്ഞ് തന്റെ വേദന ഷെയർ ചെയ്യുമ്പോൾ അത് ക്ലിനിക്കൽ സെൻസിൽ ട്രോമ ഇല്ലെന്ന് സൈക്കോളജിസ്റ്റ് തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യാതെ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ക്ലിനിക്കൽ ട്രോമ അല്ല എന്നുള്ളത് എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ക്ലിനിക്കൽ സെൻസിൽ ട്രോമ ഇല്ലെന്ന് സൈക്കോളജിസ്റ്റ് തിരിച്ചറിയുമ്പോൾ ക്ലിനിക്കൽ സെൻസിൽ ട്രോമ ഇല്ല എന്ന് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. ആ വ്യക്തി ട്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സെൻസിലും ട്രോമ തന്നെയാണല്ലോ. അതിന് പ്രത്യേക ഒരു ക്ലിനിക്കൽ സെൻസിന്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ പ്രോപ്പറായി മനസ്സിലാക്കാതെ ഉത്തരം പറഞ്ഞെന്ന് അറിയില്ല. ഈ ഹൈ മാർക്ക് കിട്ടിയ കുട്ടി ഒരു ഇത് കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന അപ്രോച്ച് ഉണ്ടാകുന്ന കുട്ടീനെ നമുക്ക് എങ്ങനെയാ പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും? മനസ്സിലായി. സാറ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹൈമാർക്ക് സ്കോർ ചെയ്തത് കൊണ്ട് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് നഷ്ടമായി, അതുകൊണ്ട് ആ കുട്ടിക്ക് ഹൈമാർക്ക് നേടുന്നതിൽ ഒരു ഭയം, ഫിയർ ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഫിയർ കൊണ്ട് കുട്ടി പഠിക്കാതെ ലോസ് മാർക്കിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കുട്ടീനെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇതിലേക്ക് അക്കാഡമിക്സിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുക? ഇതില് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മാർക്കിലേക്കൊന്നും ആയിരിക്കില്ല. ആദ്യം ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ആ കുട്ടി മിസ് ചെയ്യുന്ന അറ്റാച്ച്മെന്റ് ആണ്. ആ കുട്ടി മിസ് ചെയ്യുന്നത് ആ കുട്ടിക്ക് എപ്പോഴും കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകാൻ പറ്റുന്ന ആളുകളെയാണ് ആള് ആഗ്രഹിക്കുന്നത്. ഞാൻ മാർക്കിലല്ല ഫോക്കസ് ചെയ്യുക. അപ്പൊ ആളുടെ ഭാഗത്തുനിന്ന് നല്ല ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അറ്റാച്ച്മെന്റ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു അറ്റാച്ച്മെന്റ് ഫിഗർ ഞാനായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് തെറാപ്പിസ്റ്റ്
ആളുടെ സറോഗേറ്റ് അറ്റാച്ച്മെന്റ് ഫിഗർ ആയിട്ട് മാറും. അപ്പൊ ആള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവ്ലി എന്ത് ചെയ്യും, റെയിൻഫോഴ്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാൻ ഫോക്കസ് ചെയ്യുക മാർക്കിലായിരിക്കില്ല, മറിച്ച് ആളുടെ അറ്റാച്ച്മെന്റ് നീഡിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അറ്റാച്ച്മെന്റ് നീഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾ സ്വാഭാവികമായിട്ട് ആളുടെ ഈ മാർക്കിന്റെ കാര്യങ്ങൾ പിന്നെ വേറെ ആൾ പരിഗണിച്ചില്ലെങ്കിലും ആളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. അവിടെ അറ്റാച്ച്മെന്റ് ഫിഗർ ആയിട്ട്, സെഗ്രോഗേറ്റ് അറ്റാച്ച്മെന്റ് ഫിഗർ ആയിട്ട് തെറാപ്പിസ്റ്റ് മാറും. ആ തെറാപ്പിസ്റ്റിന്റെ പ്രസൻസ് ഇറ്റ്സെൽഫ് ആളെ ആ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ഞാൻ അറ്റാച്ച്മെന്റ് ബേസ്ഡ് ലെൻസിലാണ് പറയാൻ ശ്രമിക്കുന്നത്. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രോമ കൊണ്ട് മാത്രമാണോ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്? ട്രോമ കൊണ്ട് മാത്രമാണെന്നില്ല, സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിന് നമുക്ക് ഈ ട്രോമ ഇൻഫോംഡ് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. ബ്രെയിനിന് പ്രശ്നം ഉണ്ടായിട്ട് വരാം, ജനറ്റിക് ഡിസോർഡേഴ്സ് വരാം, ഡെലിറിയം പോലുള്ള ഡിമെൻഷ്യ പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വരാം. ബ്രെയിൻ ഓർഗാനിക് DSM അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഓർഗാനിക് ഇഷ്യൂസ് ഒക്കെ. ഓൾസോ ട്രോമ ഇല്ല സിംറ്റംസ് തന്നെ ട്രോമ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടാകുമോ? ഇപ്പൊ ഈ ട്രോമ ലെൻസിൽ നോക്കുമ്പോൾ, ഈ അറ്റാച്ച്മെന്റ് ബേസ്ഡ് ലെൻസ് നോക്കുമ്പോൾ എന്തോ ഒരു ഡെഫിസിറ്റിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൾക്ക് കിട്ടേണ്ട ഒരു സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ സിംറ്റംസ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ ലെൻസ്. CBT ലെൻസ് ആണെങ്കിൽ വേറെയാണ്, DBT ലെൻസ് ആണെങ്കിൽ വേറെയാണ്, ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പിയുടെ ലെൻസ് ആണെങ്കിൽ വേറെയാണ്. ട്രോമയുടെ ലെൻസ് നോക്കുമ്പോൾ, അറ്റാച്ച്മെന്റ് ബേസ്ഡ് സൈക്കോതെറാപ്പിയുടെ ലെൻസ് നോക്കുമ്പോഴേക്കും ആൾക്ക് ഈ അറ്റാച്ച്മെന്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നതിന് ആൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഉദാഹരണത്തിന് ഒരു ചെടി വളരണമെങ്കിൽ ആ ചെടിക്ക് വെള്ളം വേണം, നല്ല രീതിയിലുള്ള ഓക്സിജൻ, മീൻസ് എന്താ പറയാ, സൺലൈറ്റ് ആവശ്യമുണ്ട്, വളങ്ങൾ ആവശ്യമുണ്ട്. ഇത് കിട്ടിയിട്ടില്ല, എന്നിട്ട് ആ ചെടി വളരുന്നില്ല, ചെടി വാടിപ്പോവാണ്, എന്നിട്ട് നമ്മൾ ചെടിനെ കുറ്റം പറയാണ്. അപ്പൊ ചെടിനല്ല കുറ്റം പറയേണ്ടത്, ആ കിട്ടാത്ത വളവും വെളിച്ചവും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് മെറ്റഫോറിക്കലി ട്രോമ ഇൻഫോംഡ് ലെൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊരു ഡിഫറൻസ് ഉള്ളത് ഈ ഇമോഷണൽ ഉറപ്പായിട്ടും ഈ റിത ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. ഈ എല്ലാവരും ചോദിക്കുന്ന നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ട്രോമ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ആളുടെ ഇമോഷണൽ കപ്പാസിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രോമ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ വ്യത്യസ്ത പങ്ക് വഹിക്കുന്നുണ്ട്, ഡൗട്ടില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ ഇമോഷൻസ് പ്രോസസ് ചെയ്യപ്പെടുന്നത് അറ്റാച്ച്മെന്റിലൂടെയാണ്. ഈ ഇമോഷൻസിനെ ഈ ആള് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസ് ഇവോൾവ് ചെയ്ത് വരുന്നതും ഇമോഷൻസിനെ നമ്മൾ കാണുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെയും കുട്ടിക്കാലത്താണ്. ആ പ്രോപ്പർ അറ്റാച്ച്മെന്റിലാണ്. ആ അറ്റാച്ച്മെന്റ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഇമോഷൻസിന്റെ വൾണറബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആദ്യം വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു, നൈസ് ഡിസ്കഷൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? സോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി മെൻഷൻ ചെയ്യാനുണ്ട്. ഇതിലിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ, ഫോർത്ത് സെമിസ്റ്റർ കുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പോൾ നിങ്ങളെ എക്സാം ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊജക്ട് കൂടി നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് വിത്ത് ലൈവ് സെഷൻസ്, PYQ ഡിസ്കഷൻസ് ആൻഡ് മെറ്റീരിയൽസ്. നിങ്ങൾക്ക് നോട്ട്സും പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് പ്ലീസ് കോണ്ടാക്ട് us ആൻഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഫർദർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിനും ഈ സെഷൻ ഇത്ര ഗംഭീരമായിട്ട് എടുത്തു തന്നതിനും. ആൻഡ് താങ്ക് യു ഓൾ. Thank you all for joining us and attending this session. നമ്മൾ ഇനിയും ഇതുപോലെ നല്ല ഒരുപാട് വെബിനാർസ് ആയിട്ട് വരുന്നതാണ്. See you all. So good night and have a nice day. Thank you. Good night.